ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. മമകബലം സ്തുതിയായ ബന്ധാൻ യഹോവ, മമകബലം സ്തുതിയായ ബന്ധാൻ യഹോവ, മമകബലം സ്തുതിയായ ബന്ധാൻ യഹോവ, മമകബലം സ്തുതിയായ ബന്ധാൻ യഹോവ. മമകബലം സ്തുതിയായ ബന്ധാൻ യഹോവ, ആയവനെനിക്കുള്ള രക്ഷയും ദൈവവുമാം, ആകയാലവനൊരു വാസസ്ഥലം ചമയ്പേൻ. പിതൃദേവനവൻ, ഞാനവനെ പുകഴ്ത്തി പാടും. പരമനു പരിചോടു ഞാൻ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. 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 വിദ്രുതമപകൃതം ഭദ്രം ഞാൻ പാലിച്ചിടും. തൃപ്തിപ്പെടുമെന്നാൽമ വാർത്തയെ കൊണ്ടുമുടൻ ഉത്തരിജന്മകളാൽ ഞാൻ നിഗ്രഹിക്കും. അവരെ പാടും. പരമനു പരിചോടു ഞാൻ വരും. അപ്പനു സതതം ജയ പാടും. പരമനു പരിചോടു ഞാൻ വരും. അപ്പനു സതതം ജയ പാടും. പരമനു പരിചോടു ഞാൻ. വല്ലഭത്വസ്തംഭിതരാജനം ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിൽ അവരെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിൽ അവരെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിൽ അവരെ.
ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ. കേൾപ്പുള്ള നിന്നവകാശാൽപരാത്രി തന്നിൽ നിൽപ്പാനരുളുമ്പവൻ സൽപലകനായി പാടും പാടും പരമനു പരിചോട് ഞാൻ വരുമവനു സതതം ജയം പാടും പരമനു പരിചോട് ഞാൻ വരുമവനു സതതം ജയം പാടും പരമനു പരിചോട് ഞാൻ. കൂടമേ കടലൂടെ തള്ളി തേജോടെ പ്രബലം കടലൂടെ തള്ളി തേജോടെ പ്രബലം പെട്ടാൽ പാടും പരമനു പരിചോട് ഞാൻ പാടുമവനു സതതം ജയ പാടും പരമനു പരിചോട് ഞാൻ. ഇത് മൊത്തം പ്രശ്നമാണ്, കാണാൻ തിട്ടം വരുന്നില്ല. മുഴുവൻ വരെയും കുറിയായതുകൊണ്ട് ഇതാണ് ഇച്ചിരി വില കൂടിയതാണ്. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി മോള് വായിച്ച് സഹായിച്ചാട്ടെ. മോളുടെ പേരെന്തുവാ? നീ ഇത് വായിച്ചാട്ടെ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഈ പരുവത്തിന് നിൽക്കട്ടെ മോനെ, വലിയ കുഴപ്പമില്ല. മോന്റെ പേരെന്തുവാ? പ്രവീൺ. രക്ഷിക്കപ്പെട്ടതാന്നേ, ഇല്ല ഇന്ന് രക്ഷിക്കപ്പെട്ടോണം. മോനും കൂടെ വേണ്ടിയാ യോഗം. അപ്പൊ ശ്രദ്ധിക്കുക, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവെടുത്ത. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിലെ 66 പുസ്തകം. ആ 66 പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം, ആ ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര അധ്യായം ഉണ്ട് നോക്കാതെ പറ. നീതു പാട്ട് പാടുന്ന സഹോദരി 52. ഉള്ള നാട്ട് എത്ര ഉണ്ട്? പാസ്റ്ററുടെ മോന നോക്കി പറഞ്ഞല്ലേ? ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ നോക്കിയത്. പിന്നെ അപ്പം എന്നാലും ഒപ്പിച്ച് തന്നല്ലോ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമാണ്. 2-ാമത്തെ പുസ്തകമാ പുറപ്പാട് പുസ്തകം. അതെത്ര അധ്യായം? അത് നോക്കാതെ നോക്കുകയല്ല, 40. അതെ. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ മൊത്തം എത്ര പുസ്തകം? 66 പുസ്തകം. നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കും.
താഴോട്ട് കുനിഞ്ഞിരുന്നാൽ ആ ചോദ്യം ചോദിക്കുന്നത്. നേരെ നോക്കിയിരുന്നാൽ അധികം ചോദ്യം വരികയില്ല. അശ്രദ്ധയോടിരുന്നാൽ ചോദ്യം ഇഷ്ടം പോലെ വരും. യോജിച്ചും സ്നേഹിച്ചു വരുന്നാൽ വലിയ കുഴപ്പം വരികയില്ല. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, അത് 50 അധ്യായം. സകലത്തിന്റെ ഉൽപ്പത്തി, ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, ജലോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. സകലത്തിന്റെയും ഉൽപ്പത്തി ഈ പുസ്തകത്തിൽ. നിങ്ങൾക്കറിയാം, 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും 6-ാം ദിവസം ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞു. ചൊന്നുണ്ടാൻ വാക്കുമൂലമന്ന് വനവിധവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശതപം ഭിന്നഭിന്ന മുഖമാതു തന്നെയുമല്ല ഭൂചരകേചര പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല തോയചരങ്ങളും അപ്പൊഴുതേയുടനായി നേരെ മറിച്ചു നായകനേകിയൊടല്ലകളിൽ നിലയായി തന്നെയും അല്ല തോയചരങ്ങൾ ായി നേരെ മറിച്ചു വനങ്ങളെ പകർന്നിട്ട് മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറി തുടക്കത്തിൽ വനങ്ങളെ പകർന്നിട്ട് മൃഗങ്ങൾ നാട്ടിലെ 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 മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറി തുടക്കം. 6-ാം ദിനത്തിൽ ആത്മഭാവം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമവർഗ പൂജിത ഭാഗ്യ വിചിത്തമതാമൊരു തോട്ടം. പൂജിത ഭാഗ്യ വിചിത്തമതാമൊരു തോട്ടം. പൂജിത ഭാഗ്യ വിചിത്തമതാമൊരു തോട്ടം. ചമച്ചാതിങ്കൽ പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാദം. പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാദം. നേരെ മറിച്ചു നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ല വരുമ മരണമെന്നാൽ ഒരു നീക്കമില്ലതിന് കരുതണം നിങ്ങളെന്ന് പരമൻ ചൊന്നവരോട്. വരുമ മരണമെന്നാൽ ഒരു നീക്കമില്ലതിനു കരുതണം നിങ്ങളെന്ന് പരമൻ ചൊന്നവരോട്. നിങ്ങൾ പരമൻ ചൊന്നവരോട്. വെള്ളങ്ങൾ നീതിൽ മതിച്ചാൻ പരമേശൻ വെള്ളങ്ങളിൽ നീതിൽ മതിച്ചാൻ. അപ്പൊ ശ്രദ്ധിക്കുക, 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് 6-ാം ദിവസം ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു. അവന് തക്ക തുണ കൊടുക്കാൻ വാരിയിലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. അങ്ങനെ ഇവരെ തോട്ടത്തിലാക്കി. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. തോട്ടത്തിൽ പാമ്പ് കയറി ചതിച്ച് വഞ്ചിച്ച് പാപം ചെയ്യിപ്പിച്ച് ഒടുവിൽ ആദ്യ മാതാപിതാക്കളാകുന്ന
യഹോവമാരെ തോട്ടത്തിന് വെളിയിലാക്കി ഇവര് ജീവിതം ആരംഭിച്ചു. ജനിച്ചു, ഹാബേൽ ജനിച്ചു. കയ്യിന് ഹാബേലിനെ കൊന്നു. പിന്നെയും ആദമിന് സന്തതി പരമ്പരകൾ ഉണ്ടായി. അങ്ങനെ ആദമിന് ഷേത്ത്, ഷേത്തിന് ഏനോഷ്, ഏനോഷ് കേനാൻ, കേനാൻ മഹലേൽ, ഇങ്ങനെ തലമുറയുണ്ടായി. ആമേൻ. നോഹയുടെ കാലം വന്നു. നോഹയുടെ കാലം വന്നപ്പോൾ ജലപ്രളയത്താൽ ഈ ജനത്തെ പാപനിമിത്തം, ഇവരുടെ ക്രമക്കേട് നിമിത്തം നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി കിട്ടു. ഒരു പെട്ടകമുണ്ടാക്കണം. പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെടുന്നവർ ആമൻ വെള്ളം കുടിക്കാതെ രക്ഷപ്പെടും, ചാകാതെ രക്ഷപ്പെടും. നോഹ ഈ കാര്യമെല്ലാം നെടുക നടന്ന് പ്രസംഗിച്ചു. എല്ലാവരും ഒന്നും ഉൾക്കൊണ്ടില്ല, പലരും ആക്ഷേപിച്ചു, പരിഹസിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് വിഷയമല്ല. നാട്ടുകാർ പറഞ്ഞെന്നാ പറയുന്നത്, പിള്ളേരെല്ലാം ഈ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ഈ മുക്കിനും മൂലയ്ക്കും കലിങ്കിലും റോഡിലുമൊക്കെ പിള്ളേര് സെറ്റുണ്ട്. ഇപ്പോഴത്തെ പറയല് ന്യൂജൻ എന്നാ സാധാരണ. അപ്പൊ ന്യൂജന് എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, നോഹ ഇങ്ങനെ പ്രസംഗിക്കുക, മകരെ വെള്ളപ്പൊക്കം വരുന്നുണ്ട്, വെള്ളം കുടിച്ച് നീ യാകാതിരിക്കാൻ ഞാനിവിടെ പെട്ടകം പണിയുന്നുണ്ട്, ഒരു വാതിലുണ്ട്, നേരെ ആ വാതിലൂടെ കയറി അകത്ത് കയറിക്കോണം. ഇതാ പ്രസംഗത്തിന്റെ ആകത്തുക. അന്ന് മഴ എന്നതാന്ന് പോലും അറിയാൻ മേല. അപ്പൊ ന്യൂജൻ എല്ലാം കൂടെ പറഞ്ഞു, മൂപ്പലായിക്ക് ഇതാന്ന് പറഞ്ഞു. മൂപ്പലായിക്ക് വട്ട. നാട്ടുകാരും പറയാണ്ടടാ ഒരു വട്ടനൂടെ വന്നിട്ടുണ്ടെന്ന്. ന്യൂജൻ പിള്ളേര് പറഞ്ഞു, പോഷനാണിയാളയ്യോ, തലയിൻ സ്ക്രൂ അയഞ്ഞു. ന്യൂജൻ പറയാ, പോഷനാണിയാളയ്യോ, തലയിൻ സ്ക്രൂ അയഞ്ഞു. നോഹയുടെ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമ്പോൾ പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? അപ്പം വേറെ അപ്പുറം ന്യൂജൻ പറഞ്ഞു, എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. മൂപ്പലേക്ക് ഉറക്കമില്ല, അതിന്റെ ഇളക്കമാന്ന് പറഞ്ഞു. അതല്ലേ നമ്മളെ പറ്റി പറഞ്ഞത്, ഇതുങ്ങൾക്കൊന്നും ഉറക്കവും ഊണ് ഒന്നുമില്ല, ഇങ്ങനെ നടന്ന് അലയ്ക്കുന്നേ. നമ്മൾ അലയ്ക്കുന്നതേ ഉള്ളു പ്രശ്നം. വേറെ ആൾക്കാർ വെളുക്കുവോളം അലച്ചാലും അല്ല, നമുക്കിപ്പോൾ അലപ്പും ഇല്ലല്ലോ, ചുമ്മാ ഇരിക്കല്ലയോ. അവിടെ ആന്നേലും അങ്ങനെ വലിയ അലപ്പൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൈ ഒന്നിനക്കും ചത്തട്ടില്ലെന്ന് അറിയിക്കാം. അപ്പോൾ ആൾക്കാർ പറയുക ന്യൂജൻ. അപ്പൊ ആദ്യത്തെ ന്യൂജൻ പറഞ്ഞു, പോഷനാണ് ഇയാളയ്യോ, തലയിൻ സ്ക്രൂ അയഞ്ഞു. മൂപ്പിലയുടെ സ്ക്രൂ ഒരെണ്ണം അയഞ്ഞു കിടക്കുക. അപ്പൊ അപ്പുറത്തെ മുക്കിൽ നിന്ന് ന്യൂജൻ പറഞ്ഞു, സ്ക്രൂ അയഞ്ഞ തന്നെയല്ല, ഉറക്കക്കുറവ് മൂലം വന്ന കറകമാണ്, അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചർബറ പറയുന്നത് മാറും. തല നിറച്ച് എണ്ണ വെച്ച ഈ പറന്നുള്ള ശബ്ദം അതാ. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചർബറ പറയുന്നത് മാറും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വിണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം. ഇയാൾ ഈ മുങ്ങിച്ചാകുമെന്നെല്ലാം കിടന്ന് നെടുക. എവിടെ വെള്ളം എവിടെ നിന്ന് വരാന്? മഞ്ഞുകൊണ്ടാ ഭൂമി നനയുന്നത്. ഇയാൾ വെള്ളം കണ്ടിട്ടുണ്ടോ? ഇല്ല. വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ടോ? ഇല്ല. വെള്ളപ്പൊക്കത്തിലെങ്ങാനും പോയിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും വെള്ളം പൊങ്ങുന്ന ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇയാൾ വെള്ളം കുടിച്ച് ആകുമെന്ന് പറ. ഇപ്പോഴും ആൾക്കാർ അങ്ങനെയൊക്കെ പറയാന്ന്. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വിണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം. വെള്ളപ്പൊക്കം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ. അപ്പൊ ന്യൂജൻ പറയാ, വിവരമൊന്നും ഉള്ളവരല്ലെന്ന്. തലച്ചോറ് വേണ്ടേ, ബുദ്ധിയോടെ ചിന്തിക്കണ്ടേ. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനെ, മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലത് ഉണ്ടാകും മിണ്ടാതിന്. അപ്പം പെട്ടകം പണിത കക്ഷികൾ പറഞ്ഞു, ഓ നമ്മളൊന്നും പറയുന്നില്ല, ഞങ്ങൾക്കുള്ള ചക്രം മൂപ്പില ദിവസം തോറും തരുന്നുണ്ട്, നമ്മൾ അടിക്കുകയോ പണിയോ എന്നതിന് നമുക്കും വിഷയം. ചാപ്പാടും തരുന്നുണ്ട്, മൂപ്പില ഭക്ഷണവും തരുന്നുണ്ട്. അപ്പം നിങ്ങളും ചിന്തിക്കുക, അമ്മാമ്മയ്ക്കും ചെറുക്കനും വേറെ ജോലിയൊന്നുമില്ല, സ്തോത്രം. അപ്പം പാട്ടുകാർ പറയാം, നമുക്കും പോയി പാടാൻ ഉള്ളതാട്ടെ. പ്രസംഗിക്കുന്നവരും ചെല്ല് പറയും, വെറുതെ ഇരിക്കുന്നതല്ലേ നല്ലത്,
നിങ്ങളിലും ചിലര് ഏതായാലും വെറുതെ ഇരിക്കുക, നമുക്ക് പോയി കാണാം, ആൾക്കാർ വല്ലതും ഉണ്ടോ എങ്ങനെയാന്ന്, അങ്ങനെയൊക്കെയായി പല ആൾക്കാരും കൂടുന്നത്. എന്നാൽ ആഗ്രഹത്തോടെ വന്ന ചിലരുണ്ട്, അറിഞ്ഞു വന്ന ചിലരുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. അതെ, അങ്ങനെ നോഹയുടെ കാലം വെള്ളപ്പൊക്കം, ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-2 ചരിത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഒന്നും പെട്ടകത്തിനകത്ത് കയറിയില്ല. നോഹയും നോഹയുടെ ഭാര്യയും തൻ്റെ 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും, അങ്ങനെ 3, 6, 2, 8 പേരും, മനുഷ്യവർഗത്തിൽ 8 പേര്, പിന്നെ മൃഗജാതിയും ഇഴജാതിയും പറവജാതിയും എല്ലാം. ദൈവം അങ്ങ് വാതിൽ ഉടച്ചു. പെട്ടകം ഉണ്ടാക്കിയ പുള്ളിക്കാരും സാധന സാമഗ്രികൾ കൊണ്ട് അടുപ്പിച്ച പുള്ളിക്കാരും ആക്ഷേപിച്ചവരും പരിഹസിച്ചവരും എല്ലാം ഒറ്റ വാക്ക് പറഞ്ഞ എല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ഈ നോഹയുടെ കാലം മുതലാണ് പിന്നെയും തലമുറ വർദ്ധിക്കുന്നത്. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാപത്ത്. അതിൽ ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് യോസേപ്പിന്റെ ചരിത്രങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 37 മുതൽ താഴോട്ട് ദീർഘമായി പഠിച്ചു വരുമ്പോൾ. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം. ആ 50 അധ്യായം ഒടുവിലത്തെ 2 അധ്യായം 2 മരണത്തോടുകൂടി പര്യവസാനിക്കുന്നു. ഏത് മനുഷ്യന്റെയും അവസാനം മരണമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഒരു ദിവസം മരണം നിന്നെ പിടികൂടും, സൂക്ഷം പിടിക്കും. ഇരിപ്പും പോക്കും മുഖഭാവം കണ്ടാൽ മരിക്കുകയല്ലെന്ന് പറഞ്ഞ ചിലരിരിക്കുന്നത്, ചിലരുടെ ഇരിപ്പ് കണ്ട പക്ഷേ ഒരാഴ്ച തേക്കത്തില്ല, അങ്ങനെയുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, സൂക്ഷം മരണം നിന്നെ പിടികൂടും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം മരണം വഴിയായി പോകും. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കത്തോലിക്കരായ സഹോദരങ്ങള് ശവസംസ്കാരം നടക്കുന്ന വീടുകളിലൊക്കെ അവര് റെക്കോർഡ് എടുക്കുകയും ചിലർ പാടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വരിയുണ്ട്, എനിക്കതെല്ലാം ഒന്നും അറിയത്തില്ല, തെറ്റ് കാണാൻ ക്ഷമിക്കണം, അറിവുള്ളവര് തിരുത്തി പാടിക്കോണം. എങ്കിലും ഞാൻ പറയാറുണ്ട്, നല്ല പ്രയോഗമാണ് ആ വരി. ഇങ്ങനെ സ്റ്റാലിക്ക് അറിയാറ് കയറി ഇവിടെ നിന്ന് പാട്, എന്നെ കൊച്ചു പാടുവോ? ആരും പാടുക. സ്റ്റാലി നേരത്തെ അവിടെ പോയി സീറ്റ് പിടിച്ചതാ. പിന്നെ അപ്പൊ അവര് പാടുന്നൊരു വരിയുണ്ട്, തെറ്റുകാന്ന് ക്ഷമിക്കണേ. ആ വരി ഇങ്ങനെ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ. പാടുമോളെ, പേടിയാ. എനിക്കറിയാൻ മേലത്തോണ്ടല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്, ജാലിക്കറിയത്തില്ലേ? മരണം വരുമെന്നറിയാവോ? അത്ര പറഞ്ഞാൽ മതി. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പേടിച്ചാന്നേലും അങ്ങ് മൂള്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു ഉപദേശി എന്ന നിലയിൽ പറയാം, ഒരു ദിവസം മരണം എന്നെയും നിന്നെയും എന്ന് പിടികൂടും. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേജവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേജവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും
ലോകം വെടിഞ്ഞു പോകും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കാകിൽ എന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കാകിൽ എന്തു കഷ്ടമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം നമ്മെ പിടികൂടും. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാമതല്ല. സ്തോത്രം. മരണ വീടുകളിലൊക്കെ ഉപദേശിമാരെല്ലാരും പറയുന്ന ഒരു പദമുണ്ട്, അത് കേട്ട് കേട്ട് നമ്മൾ മടുത്തു. എന്നാ അങ്ങ് പറയാ, ക്ഷണിക്കാതെ വരുന്ന അതിഥിയ. ആയിക്കോട്ടെ, സ്തോത്രം. എല്ലാവരും വന്ന് പിടികൂടും. ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. ആരും നിർബന്ധിച്ചതൊന്നുമല്ല, സമ്മർദ്ദമൊന്നും ചെലുത്തിയതല്ല, അങ്ങനെ വഴങ്ങുന്നയാളുമല്ല ഞാന്. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഇതുപോലൊരു യോഗം. സുഖമില്ലാത്ത സമയമായിരുന്നു. ദൂരെ മാറി യോഗം വീക്ഷിച്ചു. അപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല, ബഹളം ഒച്ചപ്പാട് ഒന്നും പിടികിട്ടുന്നില്ല. ഇപ്പോഴും പലതും പിടികിട്ടുന്നില്ല, പിന്നെ അങ്ങ് നിൽക്കുക. അന്ന് ഒന്നും പിടികിട്ടുന്നില്ല. എല്ലാം കിടന്ന് ആലോചിക്കുകയും ബഹളം ഉണ്ടാക്കി എന്തുവാന്ന് കിടന്ന് അയ്യോ പൊത്തോ എന്നൊക്കെ കൂവുക. എങ്കിലും ദൂരെ മാറുമെന്ന് വീക്ഷിച്ചപ്പോൾ പെട്ടെന്ന് ഹൃദയത്തിലൊരു ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. ആ ചിന്തയോടെ അവിടെ നിന്ന് വന്നൊരു പയ്യനോട് പറഞ്ഞു. പയ്യൻ ചെന്ന് പറഞ്ഞു, ചുരുക്കി പറഞ്ഞാൽ അന്ന് അവിടെ കൂടിയ ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവദാസന്മാരിൽ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്, ക്ഷേത്രത്തിലെ പ്രസാദമുണ്ട്, കളഭക്കുറി നെറ്റിയിലും ശരീരത്തുമൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു രണ്ടാം മുണ്ടുണ്ട്, ഒറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ അകത്ത് കയറുമ്പോൾ ഷർട്ട് ഇടാനൊക്കത്തില്ല. എന്നാലാവും ഇതൊക്കെ ആ കൃത്യതയോടും നിഷ്ഠയോടൊക്കെയാ ജീവിച്ചതും വളർന്നതും. ഇവര് അന്ന് രാത്രി പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. അത് ശരീരത്തിൽ അറിഞ്ഞു. അവരാരും പറഞ്ഞില്ല, ഉപദേശമാരും പറഞ്ഞില്ല, അവരൊന്നും മിണ്ടില്ല. അവര് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. എനിക്ക് ബോധ്യപ്പെട്ടു, സ്തോത്രം. എനിക്ക് ഒരു തീരുമാനമായി, ഈ സൗഖ്യം തന്ന ദൈവത്തെ, യേശുവിനെ ആരാധിക്കും. അങ്ങനെയായി മാർഗത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ മാർഗത്തിൽ നിന്ന് വന്നു. അപ്പോൾ അന്ന് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന സമയത്ത് ആ പശ്ചാത്തലത്തിൽ നിന്നപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് നാമം ജപിക്കും. അത് ക്ഷേത്രത്തിലും ഇതുപോലെ വൃശ്ചികവ്രതത്തിന്റെ സമയത്ത് പോയി നാമം ജപിക്കുക പതിവുണ്ട്. അപ്പോൾ ഹൈന്ദവരായ സ്നേഹിതന്മാർക്ക് അറിയാം, സാധാരണ ഭാഗവതമൊക്കെ വായിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമേ അവര് ചൊല്ലും. അതിനകത്തൊരു വരി ഇങ്ങനെ ഉണ്ട്: കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബധ കളയരുതാരും മരണം വരുമിനി എന്ന് നനച്ചുക. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? കൈ പൊക്കാൻ പേടിയാ, എന്നെ വല്ല തല്ലി പിടിപ്പിക്കൂ. കൈ അങ്ങോട്ട് പോക്കും. കൈ പൊക്കുകയല്ല, എഴുന്നേറ്റ് വന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്നേരം അവിടെ നിന്ന് പമ്മുക. അപ്പൊ അന്ന് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ നാമം ജപിച്ചിട്ടില്ലേ? അന്ന് ചൊല്ലിയിട്ടുണ്ട്, കരളിൽ വിവേകം കൂടാതെ അരനിമിഷം ബദ്ധ കളയരുതാരും മരണം വരുമിനി എന്നു നിനജി. അതിന് കൈ അടിക്കണ്ട അമ്മേ. ഓ അമ്മ എല്ലാത്തിനും കയറി അടിക്കുക. കൈ അടിച്ച് ആത്മാവിലാകേണ്ട പാട്ടല്ല. അമ്മ എല്ലാത്തിനും കയറി ആ പാട്ടിന് ആത്മാവിലാകുക എന്ന് പറഞ്ഞ എന്നെ ചെയ്യും. അപ്പൊ അന്ന് ഇങ്ങനെ ചൊല്ലുക പതിവുണ്ട്, കരളിൽ വിവേകം കൂടാതെ അരനിമിഷം ബദ്ധ കളയരുതാരും
മരണം വരുമിനി എന്നു നിനജിക്കാം മരുമുഖ സതതം നാരായണ ജയ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. കുന്ന് അതിനാ കൈയടിക്കണ്ട നീ പറഞ്ഞത്. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവ പിന്നിടകിട്ട വന്നാൽ യമഭടർ. അതാ. അപ്പോൾ യമകിങ്കരന്മാർ വരും, മരണദൂതൻ വരും, നിന്നെ അറസ്റ്റ് ചെയ്യും. ഈ കുന്നുകൾ പോലെ ധനമുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ദ്രദേവന് തുല്യമായി ജീവിക്കുന്ന ഏത് പ്രഗത്ഭനാണെങ്കിലും മരണം വന്ന് അറസ്റ്റ് ചെയ്താൽ ഒരക്ഷര ഉരിയാടാൻ അനുവദിക്കുകയില്ല. അപ്പൊ പറഞ്ഞതിന്റെ സാരം മരിക്കും. മുത്തമ്പാക്കലെ കൊച്ചുകുഞ്ഞുപദേശി പാടിയ പാട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, മാർത്തോമാ സഭയിലുള്ളവർക്കും അറിയാം, ക്രൈസ്തവരാകുന്ന പലർക്കും അറിയാം. കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും. 10,000 നില പൊക്കി പണിഞ്ഞാൽ അതിനുള്ളിൽ മൃത്യു കയറി ചെല്ലും. ചെറ്റപ്പുരയതിൽ പാർക്കുന്ന ഭിക്ഷവും മുറ്റും മരണത്തിന് അധീനനായി. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്റെ കാലും കൈയും കെട്ടിക്കൊണ്ടുപോകാൻ. അടുത്ത വരിക, കണ്ണും മിഴിച്ച് വായും പിളർന്ന് മണ്ണോട് മണ്ണങ്ങ് ചേരുവന്നു. ഒടുവിലെ ഉപദേശം ഒരു വരി എഴുതി, അതാ കുറച്ചുകൂടെ എഫക്റ്റ്. ഒടുവിൽ എഴുതിയതാ, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസോരമോർക്കിൽ അയ്യോ എനിക്കൊന്നും വേണ്ട പാരി. അമ്മ അതിന് കൈയടിച്ച് ആത്മാവിലായിക്കോ. അതിനമ്മ ആത്മാവിലാകുന്നില്ല. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസോരമോർക്കിൽ അയ്യോ എനിക്കൊന്നും വേണ്ട പാരി. അപ്പൊ ശ്രദ്ധിക്കുക, ഒടുവിലത്തെ ആ ഒരു വിഷമസന്ധിയുണ്ട്. അങ്ങോട്ട് വിട്ടു പോകുമ്പോഴേ അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരം ഓർത്താൽ അയ്യോ എനിക്കൊന്നും വേണ്ട. അപ്പൊ ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചത്, എല്ലാവരും മരണം വഴിയായി പോകും. മരണം എന്നെയും നിങ്ങളെയും വന്ന് പിടികൂടും. ഒടുവിലത്തെ ആ നിലവിളിയും ബിംബിഷ്ടവും ആ വെപ്രാളവും ഒക്കെ ഉണ്ട് പലർക്കും. നമ്മൾ ചിലത് കണ്ടിട്ടുണ്ട്, ചിലത് കാണാൻ ഒത്തില്ലെങ്കിലും ഈ ഹോസ്പിറ്റലിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആ സമയത്തൊക്കെ അടുത്ത് നിൽക്കുന്ന നഴ്സുമാരോട് പറയണം ചിലരുടെ വെപ്രാളവും. അത് കുറ്റമല്ലി പറയുന്നത്, അങ്ങനെ ഇതിന്റെ ഇടപാട്. എന്നാൽ ഭക്തന്മാരാകുന്ന അനേക പ്രിയപ്പെട്ടവർ വളരെ ശാന്തമായിട്ട് പോയവരുമുണ്ട്. മറ്റൊന്നും നേടാനൊത്തില്ലെങ്കിലും ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കണം. അവിടുത്തെ വരവാണെങ്കിൽ എടുക്കപ്പെടുക, അതല്ല വരവിന് മുമ്പ് ചേർക്കപ്പെടുന്നെങ്കിൽ നല്ല രീതിയിൽ കടന്നു പോകാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കണം. എല്ലാവരും മരണം വഴിയായി കടന്നു പോകും. ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്തിൽ ഒരു വഴിയാത്രക്കാരാ. വഴിയാത്രക്കാരാകുന്ന നമ്മള് ഈ വഴിയമ്പലമാകുന്ന ഈ ലോകത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുക. പണ്ട് കാലത്ത് എന്നേക്കാൾ പ്രായമുള്ള പ്രിയപ്പെട്ടവർക്കറിയാം, വാഹന സൗകര്യങ്ങൾ മോട്ടോർ വാഹനങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മുടെ പിതാക്കന്മാർ പണ്ട് കാലത്ത് നടന്ന യാത്ര ചെയ്യുന്നത്. അങ്ങനെ നടന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ഇളപ്പിരിക്കാൻ സ്ഥലങ്ങളുണ്ട്, അതുപോലെ ചുമടുതാങ്ങിയുണ്ട്. ആ ചുമടുതാങ്ങി വെച്ചേച്ച് കുറെ നേരം നിൽക്കും, ആശ്വാസം വരുമ്പോൾ പിന്നെയും ഏറ്റ് പോകും. യാത്ര ചെയ്ത് നടന്ന് ക്ഷീണിച്ച് അന്ത്യക്ക് വിശ്രമിക്കാൻ വടിയമ്പലങ്ങളുണ്ട്. ആ വടിയമ്പലത്തിൽ 4 ഭാഗത്തു നിന്നും വരുന്നവർ ഒന്നിച്ച് സമ്മേളിക്കുക, രാത്രി വിശ്രമിക്കും, രാവിലെ അവരുടെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകും. ഇതുപോലെ ഈ ലോകത്തിലുള്ള മനുഷ്യരെന്ന കവിയുടെ ഭാവന. എന്തുവാ അമ്മേ? അമ്മയ്ക്കൊന്ന് സഹായം ചെയ്ത് കൈ പിടിച്ചു കൊച്ചു പിള്ളേരാരിലും ഉണ്ടെന്ന് പിടിച്ചമ്മയെന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെല്ലാം വഴിയാത്രക്കാരാ. അല്ല, എഴുത്തച്ഛൻ കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ, പാന്തർ പരിപടി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും വിയോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാന കളത്ര സുഖം.
അപ്പോൾ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ യാത്രക്കാരാ, പാന്തർ വടിയാത്രക്കാരാ, പെരുവഴി അമ്പലം തന്നിലെ അന്തരായി കൂടി വരും യോഗം പോലെ മനുഷ്യനെല്ലാം ഈ വടിയമ്പലമാകുന്ന ലോകത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുക. ഇവിടെ നിന്ന് എല്ലാവരും പല വഴിക്ക് പോകും. എന്നാൽ ഇന്ന് രാത്രി എഴുത്തച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനൊരു കാര്യം പറയാം, പല വഴിക്ക് പോകരുത്, ഒരേ ഒരു വഴിയിലേക്ക് എത്തണം. അത് സാക്ഷാൽ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ മരണം നമ്മെ വന്ന് പിടികൂടും. ഈ കാണുന്നതെല്ലാം നശ്വരമാ, നിലനിൽക്കുന്നതല്ല. ഇതെല്ലാം മിന്നല് പോല ക്ഷണപ്രഭാചഞ്ചലമെന്ന എഴുത്തച്ഛൻ കൊടുത്തിരിക്കുന്നത്. മിന്നല് പോല മിന്നി മറയുക ഇവിടുത്തെ എല്ലാം. അപ്പോൾ ഇതൊന്നും കണ്ട് ഞാനും നിങ്ങളും നിഗളിക്കരുത്, അഹങ്കരിക്കരുത്. ഇതെല്ലാം നശ്വരമാ. സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്ന പദം എല്ലാവർക്കും അറിയാം. മായ സകലതും എല്ലാം മായ. ഈ മായയാകുന്ന ലോകത്തിൽ, ഈ മായ ചന്തയിൽ പല കാര്യങ്ങൾ കച്ചവടത്തിന് കൊണ്ടുവരും. എന്നാൽ അതിലൊന്നും ചെന്ന് കുടുങ്ങിപ്പോകരുത്. ഒരു ദിവസം മരണം വന്ന് പിടികൂടും. ആ മരണത്തിന്റെ തണുത്ത കരം നിന്നെ വന്ന് തപ്പുന്നതിലും തലോടുന്നതിലും മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, ഒരു മതത്തിന്റെ, സംഘടനയുടെ വക്താവല്ല. ആരുടെയും ഒരു സംഘടനയുടെ ആളല്ല. യേശുക്രിസ്തു മുഴുലോകത്തിന്റെ ദൈവമാണ്. ഏത് കുടുംബത്തിലും, കുലത്തിലും, നിറത്തിലും, നിലവാരത്തിലും, ഏത് അവസ്ഥയിലുള്ള വ്യക്തികൾക്കും യേശുവിന്റെ അടുക്കൽ വരാം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം, യേശുക്രിസ്തുവിനെ ഭജിക്കാം, യേശുക്രിസ്തുവിനെ ആരാധിക്കാം. ദേവകൾ വണങ്ങിടും ദീനദയാലുമേ, ദേവകൾ വണങ്ങിടും ദീനദയാലുമേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മധ്യജീരനെ, മലയതിൽ ബലി ചെയ്ത മധ്യജീരനെ, മലയതിൽ ബലി ചെയ്ത മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മരികയിൽ അവതാരം ചെയ്തോരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഈ മനുഷ്യൻ ആ ജാതിയും വർഗവും വർണ്ണവും തരംതിരിവെല്ലാം ഒപ്പിച്ചു വെച്ചേക്കുന്ന, നശിപ്പിക്കുന്ന വ്യക്തിയല്ല. ദൈവം ഏതാണ്ട് ഭീകര സത്വമാന്ന, അങ്ങനൊന്നും അല്ല ദൈവം. അവിടുന്ന് സ്നേഹമാണ്.
സ്തോത്രം. ആരെയും നശിപ്പിക്കുന്നവനല്ല ദൈവം, ആരെയും മുടിക്കുന്നവനല്ല ദൈവം, ആരുടെയും തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന ആളല്ല ദൈവം. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, എല്ലാവരും ആശീർവദിക്കപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണം. അതാ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അതാ ദൈവത്തിന്റെ ഇഷ്ടം. മനുഷ്യനാണ് ഈ ജാതിയെല്ലാം ഒപ്പിച്ചു വച്ചേക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ അയിത്തമുള്ള കാലം ഉണ്ടായിരുന്നു. ചരിത്രം പഠിക്കുന്നവർക്കും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. എല്ലാവർക്കും എല്ലായിടത്തും ഒന്നും ചെല്ലാനൊക്കത്തില്ല. ആട്യബ്രാഹ്മണർ കടന്നു വരുമ്പോൾ സാധുക്കളായ ആൾക്കാർക്ക് വഴി പോലും നിൽക്കാനൊക്കെ ഇത്ര അടി ദൂരം നിൽക്കണം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ആ ക്രമീകരണം ഒപ്പിച്ചു വെച്ച പുള്ളിയൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അവര് ആട്യബ്രാഹ്മണർ വരുമ്പോൾ മറ്റു ജാതികളൊക്കെ ഇത്ര അടി അകലെ നിന്നോണം. അടുത്തെങ്ങാനും ചെന്നാൽ വേറെ അടി. അകലെ നിന്നാൽ വലിയ കുഴപ്പമില്ല, അടുത്ത് ചെന്നാൽ അടിയാ. ആ അടി കിട്ടാതിരിക്കാനാ ഇത്ര അടി മാറി. പറയാം, ദൈവത്തിന്റെ അടുക്കൽ എല്ലാവർക്കും വരാം, ആരെ അകത്ത് നിർത്തത്തില്ല. നീ ഇന്നയാളാ, നീ ഇന്ന വ്യക്തിയാ, നീ ഇന്ന, അതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. ഏത് വ്യക്തിക്കും അടുത്ത് വരാം യേശുവിന്റെ അടുക്കൽ. അതാ ഞാൻ പറഞ്ഞു, യേശു ഒരു വിഭാഗത്തിന്റെ, ഒരു മതത്തിന്റെ, സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. കത്തോലിക്കന്റെ കുത്തകയൊന്നുമല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീൻ, ലണ്ടൻ അവരുടെ ആരുടെയും കുടുംബ സ്വത്തല്ല യേശു. പെന്തിക്കോസുകാരുടെയും കുടുംബ സ്വത്തല്ല യേശു. ബ്രദറുകാരുടെയും സാൽവേഷൻ ആർമി അങ്ങനെ ഉണ്ടല്ലോ, CMS, CSI, സാൽവേഷൻ ആർമി, ഇവാഞ്ചലിക്കൽ, മാർത്തോമ, ഇവരുടെ ആരുടെയും കുടുംബ സ്വത്തല്ല ക്രിസ്തു. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം, ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം, ഏത് വ്യക്തിക്കും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാം. ആമൻ. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് നമ്മളും അന്യോന്യം സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. അതാ ദൈവം. ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. മനുഷ്യൻ സ്നേഹിക്കണം, കൈ കൊടുക്കുകയും സ്നേഹിക്കുകയും സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അതാ ദൈവം. സ്തോത്രം. ആ സ്നേഹം ഇന്ന് രാത്രി എല്ലാവരുടെ ഉള്ളിൽ വ്യാപരിക്കണം. അടുത്തിരിക്കുന്നതിനോട് മിണ്ടാൻ മേലെങ്കിൽ നീ ദൈവത്തെ അറിഞ്ഞ ആളല്ല, ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സഹോദരങ്ങളോട് മിണ്ടാൻ ഒക്കുന്നില്ലെങ്കിൽ നീ ദൈവപൈതലല്ല, ചുമ്മാ തമ്പേർ തല്ലി പൊട്ടിക്കാന്നല്ലാതെ. സ്തോത്രം. ദൈവ സ്നേഹമാണ്. ആ സ്നേഹം ഇന്ന് രാത്രി വ്യാപരിക്കണം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞതിന്റെ പൊരുളിതാ, മരണം വന്ന് പിടികൂടും. ആ മരണം പിടികൂടുന്നതിന് മുമ്പ് നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തെ ഭജിക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, ഒരു ഭൗതിക സാധനവും കൊണ്ട് കൊടുക്കണ്ട. ഇങ്ങനെ ഈ വെള്ളത്തുണി തന്നെ ഇട്ടുകൊണ്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കറുത്ത തന്നെ ഇട്ടുകൊണ്ട്, ഇപ്പം കറുത്തത് ഇടുന്നത് എങ്ങനെയാന്നുള്ളതാ, അതും പ്രശ്നമായി വന്നിരിക്കുക. തല്ലുകൊള്ളണ്ടെങ്കിൽ ഇനി അത് ഇടണ്ട. പ്രശ്നങ്ങളാ, പ്രശ്നമാണ്. അപ്പോൾ വെള്ള തന്നെ വേണമെന്നില്ല, കറുപ്പ് തന്നെ വേണമെന്നില്ല, ചുമന്നത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, മഞ്ഞ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അത് ഏതേലും ആകട്ടെ, ഉണ്ടായിരിക്കണം. വെറുതെ ഇങ്ങനെ നടന്നു വരരുത്. യോഗ്യമായിട്ട്, മാന്യമായിട്ട്. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, ഒരു ഭൗതിക സാധനവും കൊണ്ട് കൊടുക്കണ്ട. സാധാരണ ഉപദേശമാര് ചോദിക്കും, ഇനി ആരുണ്ട് കരങ്ങൾ ഉയർത്തിയാട്ട്, ഇനി ആരുണ്ട്? ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല. എഴുന്നേറ്റ് നിന്നാട്ടെ, മുമ്പോട്ട് വന്നാട്ടെ, ഇതൊന്നും ഞാൻ പറയാൻ ആളല്ല. കയ്യും പൊക്കണ്ട, എഴുന്നേറ്റ് നിൽക്കണ്ട, മുമ്പോട്ടും വരണ്ട, ബഹളം ഉണ്ടാക്കണ്ട. ആ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന സ്ഥലത്ത്, കേൾക്കുന്ന ഇടത്ത് നിന്ന് ഇത്ര ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണം. എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കണം. ഞാനൊരു പാപിയാ, സമ്മതിക്കുന്നു. എൻ്റെ പാപം മോചിക്കണം. എന്നെ എൻ്റെ അവിടുത്തെ മകളാക്കി, മകനാക്കി തീർക്കണം, രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഒരു പൈസയും മുടക്കണ്ട. സ്തോത്രം.
അപ്പോൾ മരണത്തിന്റെ തണുത്ത കരം നിന്നെ തലോടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പണ്ടൊക്കെ മരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവരാന്നേലും വലിച്ചു കിടക്കും. നമ്മൾ ചെന്ന് ചോദിക്കുക എങ്ങനുണ്ട്? ഒരു കുറുറുപ്പും മുട്ടലും ഒക്കെ ഉണ്ട്, വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ വെളുപ്പിനെ ചെല്ലുമ്പോൾ പുള്ളി പൊടിയരിക്കഞ്ഞ് കുടിക്കുന്നു. വെളുപ്പിക്കാലെന്ന് പറഞ്ഞ ആളാ. തലയണ വെച്ച് ചാരി ഇരുന്ന് 2 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെല്ലും. ഇന്നെങ്ങനുണ്ട്? കാലിന്റെ പൊത്തക്കൊക്കെ നീരുണ്ട്, ഈ ചെള്ളയ്ക്ക് ഒരു തടിപ്പും ഇടയ്ക്കിടയ്ക്ക് ഒരു കുറുകുറുപ്പും ഒക്കെ ഉണ്ട്. മിക്കവാറും 2 ദിവസത്തിനകം പോകും. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പോൾ പുള്ളി റബ്ബർ തോട്ടത്തിൽ കൂടെ ഒട്ടുപാല് പറിച്ച് കിടക്കുന്നു. കമന്ന് വീണ ചിരട്ടയെല്ലാം നേരെ വെക്കുന്നു. ഒട്ടുപാല് 2 ദിവസം തയ്ക്കുകയെന്ന് പറഞ്ഞ പുള്ളിയാ. പോകുകയല്ല, പോകാനും വലിയ താല്പര്യമില്ല. എന്നാൽ ഇപ്പോഴത്തെ മരണങ്ങളെല്ലാം പെടുമരണങ്ങളാ. നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നതല്ലേ, കുഴഞ്ഞു വീണ് മരിച്ചു അല്ലേ? ലോട്ടറി അടിച്ചെന്ന് കേട്ടപ്പോൾ അവനും കുഴഞ്ഞു വീണു. ഒരുത്തൻ ലോട്ടറി അടിച്ച് പിന്നെ വാർത്ത വന്നത് അടിച്ചത് നാശമായെന്ന്. എല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പോഴെല്ലാം പെടുമരണമാ. ഉറങ്ങാൻ കിടന്ന നേരം വെളുത്ത് കാപ്പിയായിട്ട് തങ്കമ്മ എന്ന് കുലിക്കപ്പോൾ കിടക്കുന്നു. അങ്ങനത്തെ മരണമാ. നമ്മൾ ചോദിക്കല്ലേ, നമ്മുടെ മേരി എങ്ങനെയാ മരിച്ചത്? യോഗത്തിന് നിന്ന് വായിക്കോട്ടെ വിട്ടതാ, പിന്നെ അടഞ്ഞില്ല. അതിനുള്ളതേ ഉള്ളു. ജോർജ് കുട്ടി എങ്ങനെയാ മരിച്ചേ? ഒരിക്കിള് എടുക്കുന്ന കേട്ട് പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. ഒരിക്കളിനെ ഉള്ളു. നിന്റെ നിപ്പും പടുതിയും പോക്കും മരവും കപ്പടാമീശയുള്ള ചുരുട്ടിയുള്ള നിപ്പും കൈ തീർത്ത് വെച്ചുള്ള നിപ്പും ഒക്കെ കണ്ട ഒരു 50 ഇക്കളിനുണ്ടെന്നും പറഞ്ഞാ നീ നിൽക്കുന്നേ. ഇല്ലില്ല, നീ 1/2 ഇക്കളിനില്ല. അതിനുള്ളതേ ഉള്ളൂ. ധനാഢ്യർ സാധുക്കളായോരും ഡെമ്പോട്ട് പണിടും. ധനാഢ്യർ സാധുക്കളായോരും പണിടും. ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോൽ ഈ ലോകം. എല്ലാരും അന്ത്യ ഒരുപോൽ ഈ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീയതും ഒരുപോൽ ഈ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞ ഭാഗം വിടുക. മരണത്തിന്റെ തണുത്ത കരം നിന്നെ വന്ന് തപ്പുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, ഒരേ ഒരു നാമം, നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എന്താ നാമത്തിന്റെ വിശേഷത?
എല്ലാ നാമത്തിലും മേലായ നാമം. എന്താ നാമത്തിന്റെ വിശേഷത? സൗരഭ്യം തൂകുന്ന നാമം. എന്താ ഈ നാമത്തിന്റെ വിശേഷത? ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം. എന്താ നാമത്തിന്റെ വിശേഷത? രോഗികൾ സൗഖ്യമാകുന്ന നാമം. എന്താ ഈ നാമത്തിന്റെ വിശേഷത? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന നാമം. എന്താ ഈ നാമത്തിന്റെ വിശേഷത? ഇത് പരിമള തൈലം പോലുള്ള നാമം. എന്താ ഈ നാമത്തിന്റെ വിശേഷത? പാപമോചനം കൊടുക്കുന്ന നാമം. എന്താ ഈ നാമത്തിന്റെ വിശേഷത? സമാധാനം കൊടുക്കുന്ന നാമം. ഇന്ന് രാത്രി സമാധാനവും ആശ്വാസവും പ്രത്യാശയും വിടുതൽ തരുവാൻ കഴിവുള്ള നാമമാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട്. ആ നാമത്തെ അംഗീകരിക്കുന്നവർക്ക് വിടുതലുണ്ട്. ആ നാമത്തെ ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി ആശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാണ്. ഒന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മരണം, 2 തന്റെ മകൻ യോസഫിന്റെ മരണം. 2 മരണവും നല്ല മരണമാണ്. നിങ്ങളിപ്പോ ചിന്തിക്കുക എങ്ങനെ രക്ഷപ്പെടാന്നുള്ള വിധത്തിനായി ഈ സുവിശേഷ യോഗം ക്രമീകരിച്ചത്. അന്നേരം ഇങ്ങനെ തുടങ്ങിയപ്പം മുതൽ മരണം. സ്തോത്രം. മരിക്കും. അതുകൂടെ പറയാനാ, മരിക്കും. മനുജാ നിദാനമതു നിന്നയാതെ മനുജാ, നിദാനമതു നിന്നയാതെ മനുജാ, നീ മനുജാ, ദാനമതു നിന്നയാതെ മനുജാ, ദാനമതു നിന്നയാൽ വരുമേ മരണം എന്ന ഒരു നേരമില്ല. തിരിയുമ്പോൾ അതിനാൽ വെറും പൊടിചാരം ശലോമോനു അറിയുവാൻ കഴിഞ്ഞില്ലതാൽ പരനെ വേഗം ചരണമാക്കി മരുവിടേണം ധരണിയിൽ. പരനെ വേഗം ചരണമാക്കി മരുവിടേണം ധരണിയിൽ. മനുജാ നീ ദാനമതു നിന്നയാതെ മനുജാ, നീ വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലെ, വിടരുന്നു പല നിറമതിൻ പൊടിചാരെ ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാല് പരനെ വേഗം ചരണമാക്കി മരുവിടേണം ധരണിയിൽ. പരനെ വേഗം ചരണമാക്കി മരുവിടേണം ധരണിയിൽ. മനുജാ നീ ദാനമതു നിന്നയാതെ മനുജാ, നീ ദാനമതു നിന്നയാതെ മനുജാ. അപ്പൊ ശ്രദ്ധിക്കുക, മരണം എല്ലാവരും എന്ന് പിടികൂടും. അതിനു മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അത് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം. അത് വളരെ നല്ല അധ്യായങ്ങൾ. ആ ഒടുവിൽ 2 മരണത്തോടു കൂടി അത് പര്യവസാനിക്കുന്നു. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. അറിവുള്ള, വിവരമുള്ള, പരിജ്ഞാനമുള്ള, ആഢ്യത്വമുള്ള, പക്വതയുള്ള നല്ല മനുഷ്യരാരും ഈ പുസ്തകത്തെ വെറുക്കത്തില്ല. ഇവിടെ ഉന്നതന്മാരാകുന്ന ധാരാളം ആൾക്കാർ ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു. ധാരാളം ആൾക്കാർ, ശ്രേഷ്ഠരായ ധാരാളം പ്രമുഖന്മാര്, അവരാരും ഈ പുസ്തകത്തെ ത്യജിച്ചിട്ടില്ല. ധാരാളം ആൾക്കാർ, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കെല്ലാം ഈ പുസ്തകം വളരെ വിലപ്പെട്ടതായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയൊക്കെ ഈ പുസ്തകമായിട്ട് എന്നാൽ അങ്ങേരെ കാലുമടക്കി അടിക്കുകയല്ല. ചിലപ്പോൾ പരിശോധിച്ചായിരിക്കും കയറ്റുന്ന ആൾക്കാര്. കാരണം പ്രശ്നങ്ങളായപ്പം ഈ പുസ്തകം എടുത്ത് ഊരോട്ട് എറിയുകയല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ അടുക്കൽ ഈ പുസ്തകമായിട്ട് എന്നാൽ അദ്ദേഹവും ഇത് തിരസ്കരിക്കുകയല്ല. അദ്ദേഹം അറിവുള്ളയാളാ, വിവരമുള്ളയാളാ. അദ്ദേഹം ഈ പുസ്തകത്തെ ബഹുമാനിക്കുന്ന ആളാ. അറിവുള്ള, പരിജ്ഞാനമുള്ള എല്ലാവരും ഈ പുസ്തകത്തെ ആദരിക്കും. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ താളിന്റെ കാര്യമല്ല, ഇതിനകത്തൊരു പ്രതിപാദ്യ പുരുഷനുണ്ട്, യേശു ക്രിസ്തു. ഇതിലെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്, മനുഷ്യവർഗത്തിന്റെ രക്ഷ. അതാ ഇതിലെ അടങ്ങിയിരിക്കുന്നത്. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഇത് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഈ പുസ്തകം ഇങ്ങനെ കൊണ്ടു നടക്കണം.
ഇപ്പൊ പിന്നെ പുസ്തകമല്ല, ഉപദേശിമാർ വരെ പുസ്തകമെല്ലാം മാറ്റി വെച്ച് ടാബുമായിട്ട് നടക്കുക. ഇപ്പോൾ ജോർജ് കുട്ടി പാസ്റ്റർ മുമ്പോട്ട് സങ്കീർത്തനമോ ഓറഞ്ച് കുട്ടി വന്നേച്ച് ഒരു താഴോട്ട് വെച്ചപ്പോൾ 90-ാം സങ്കീർത്തനം അത് പെട്ടെന്ന് അടുത്ത വെക്കുമ്പം മേരിക്കുട്ടി ഇറങ്ങി വരുന്നു. ഇതിനകത്തെല്ലാം ഇട്ടിരിക്കുക. പിന്നെ ഒന്നുകൂടെ തോണ്ടിയപ്പം തങ്കച്ചൻ പുറകെ നിപ്പോണ്ട്. ഒരു കാര്യം നിന്നോട് പറയാം, ഈ പുസ്തകമാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം, വാര്യരെ പണ്ടൊരു പുസ്തകമായിട്ട് പോയ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. കുചേലൻ പുസ്തകമായിട്ട് പോയതാ. പുള്ളിയുടെ കൈ പുസ്തകം ഉണ്ടായിരുന്നു, അവലും ഉണ്ടായിരുന്നു. നിങ്ങളാരും സ്കൂളിൽ പഠിച്ചതാ. സതീർത്ഥ്യനെ കാണാൻ പോയില്ലേ? അവര് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഒന്നിച്ച് പഠിച്ചവരാ. പിന്നെ രണ്ട് ദിശയിലോട്ട് പോയി. പുള്ളി വിപ്രൻ, ദരിദ്രനായി പോയി. ആരാ? കുചേലൻ. അപ്പം സ്നേഹിതനെ കാണാനായിട്ട് പോയപ്പോൾ ആ സഹോദരി രാത്രി തന്നെ വെറുതെ കൈയായിട്ട് പോകരുത് കൂട്ടുകാരനെ കാണാൻ, ദാരിദ്ര്യ ദുഃഖമാ. എന്നാലും നല്ലൊരു സഹോദരിയെ രാത്രി തന്നെ അയലത്തെല്ലാം ചെന്ന് നെല്ലുമെല്ലാം മേടിച്ച് അപ്പം പറഞ്ഞ് അവല് നെല്ലിടിച്ച് അവല് തരാം. ഇന്നെങ്ങാനും നമ്മൾ പറയാം ജിന്നമ്മ ഇച്ചിരി നെല്ല്. പിന്നെ ഇടിക്കും മിക്കവാറും തൻ്റെ തൊഴിൽ കാരണം ഞാൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ 2 ഇടിക്കാൻ പട്ടിണി കൊണ്ട് ഇവിടെ കിടന്ന് ഉളയാന്നേരം താനെ ഒരു നല്ല സഹോദരിയാ. അടുത്തെല്ലാം ചെന്ന് നെല്ലും കല്ലും കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം മേടിച്ച് ഇടിച്ച് ശരിയാക്കി ആ പൃഥുകം ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ് കെട്ടി തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. രാമപുരത്ത് വാര്യര് നല്ല സുഖപ്രദമായിട്ട് നല്ല മലയാള ഭാഷയാണ്, നല്ല എല്ലാവർക്കും പാടാൻ പറ്റുന്ന രീതിയിൽ. വൈക്കത്തിൽ നിന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് പോകുമ്പം വള്ളത്തേലാണ് പോകുന്നത്. അപ്പം രാജാവ് പറഞ്ഞു, വാര്യരെ വെറുതെ ഇരിക്കണ്ട, വഞ്ചി പോവല്ലയോ പാട്ട് ചമയ്ക്കാൻ. അങ്ങനെ വഞ്ചിയിലിരുന്നത് ചമച്ചത് കൊണ്ടാണ് വഞ്ചിപ്പാട്ടായത്. അത് നഥോന്നത വൃത്തത്തിലാണ്. ഈ ആറന്മുള ശൈലി വേറെയാ, കുട്ടനാടൻ ശൈലിയാ അത് വേറെ, അല്ല ഓരോ ശൈലിയുണ്ട്. അപ്പം എന്തായാലും അത് പാടുന്നത് ഇങ്ങനെ. എൻ്റെ വല്യമ്മച്ചിയൊക്കെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്, അവരൊക്കെ നന്നായിട്ട് പാട്ട് പാടും. എനിക്ക് പാടാനുള്ള കൃപയൊന്നുമില്ല. ഇന്നാളൊരു തള്ള പറഞ്ഞത്, നിങ്ങൾ എന്തിനാ കിടന്ന് കാറുന്നത് എന്തിനാന്ന് ചോദിച്ചു. പാടുക എന്ന് പോലും അവർ പറഞ്ഞില്ല. ഏതാണ്ട് അതാ ശരി. അപ്പോൾ ആ പോയ പോക്കിനെ പറ്റി വാര്യര് എഴുതിയിരിക്കുന്നതാ. മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും, മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും, മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും, മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും, രണ്ടും കൂടി കച്ചത്തിങ്കൽ കൊണ്ട്, രണ്ടും കൂടി കച്ചത്തിങ്കൽ. അപ്പൊ ആ പൃഥുകവും പുസ്തകവും എല്ലാം രണ്ടും കൂടെ കക്ഷത്തിൽ വെച്ച് പോയെന്ന വാര്യര് കവിഭാവനയിലെ എഴുതിയത്. ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, അത് അദ്ദേഹം അങ്ങനെ പോകട്ടെ കൂട്ടുകാരനെ കാണാൻ. എന്നാൽ ഈ പുസ്തകം എടുത്തിരിക്കുന്ന ദൈവമക്കൾ മാറോട് ചേർത്ത് പിടിക്കണം. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷനാ ക്രിസ്തു. ക്രിസ്തു ഒരു ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാ, സകല മാനവരാശി ദൈവമാ ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവിന് ഹൃദയം കൊടുക്ക്, ദൈവം തന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, ഉൽപ്പത്തി പുസ്തകം 2, പുറപ്പാട് പുസ്തകം. പേര് കേൾക്കുമ്പോൾ അറിയാം, പുറപ്പാട്. ആരുടെ പുറപ്പാടാ? ദൈവജനത്തിന്റെ പുറപ്പാട്. ആരാ ദൈവജനം? അതൊക്കെ ഞാൻ പറയാം. ദൈവജനത്തിന്റെ പുറപ്പാട് അത് 40 അധ്യായമുണ്ട്. ആരാണ് ദൈവജനം? ഒറ്റ വാക്യം പറയാം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിച്ച കൂട്ടം, അതാ ദൈവജനം. ആ ഭാഗത്തേക്ക് വരാം. ഇസ്രായേൽ യോസഫിന്റെ കാലത്ത് മിസ്രൈമിലെത്തി. ഏതാണ്ട് 70 പേര് മിസ്രൈമിലെത്തി എന്ന ഉൽപ്പത്തി പുസ്തകം 46-27, പുറപ്പാട് പുസ്തകം 1
അധ്യായത്തിന്റെ 5-ാം വാക്യവും ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യവും നീതു വായിക്കേ. നീതു വായിക്കും. ആദ്യം 27 അണ്ട കണ്ണിക തീരുന്നിടത്ത് കിടപ്പുണ്ട് വലത്തുവശത്ത്. യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേര്. ഇനി മോള് പുറപ്പാട് പുസ്തകം 1-5 വായിച്ചേ. ഇടത്ത് വശത്ത് താഴെ പുറപ്പാട് 1-5. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേരായിരുന്നു. 70 പേര്. ഇനി ആവർത്തനം 10-ന്റെ 22 മോളൊന്ന് വായിച്ചേ. താഴത്തെ ഭാഗത്ത് കിടപ്പുണ്ട്. നിന്റെ പിതാക്കന്മാരെല്ലാം ഏകികൾ. മതി. അപ്പോൾ ഈ 3 വാക്യത്തിലും 70 പേര് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ 75 പേര് വന്നെന്ന അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മോളൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7-14. യോസേഫ് ആളയച്ചു തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി. അടുത്തത് അവർ ആകെ 75 പേർ. അവരാകെ 75. മറ്റ് 3 വാക്യത്തിൽ 70-ഉം ഇവിടെ 75-ഉം. ഈ 5 പേരാരാണെന്ന് വേദപണ്ഡിതാക്കൾ ചിലർ പറയുന്നത് 1 യാക്കോബ്, 2 യോസേപ്പ്, 3 യോസേപ്പിന്റെ ഭാര്യ ആസനത്ത് എന്ന് പറയുന്ന സ്ത്രീ. 2 പിള്ളേർ ജനിച്ചു, മനശ്ശെ, എഫ്രയീം. അങ്ങനെ യാക്കോബ്, യോസേപ്പ്, ഭാര്യ, മനശ്ശെ, എഫ്രയീം. അങ്ങനെ 75. ഏതായാലും ഇവർ യോസേപ്പിന്റെ കാലത്ത് മിസ്രയീമിലെത്തി. ദൈവം തന്റെ ജനത്തെ പിന്നത്തേതിൽ വർദ്ധിപ്പിച്ചു. പിന്നീട് നാം പഠിക്കുമ്പോൾ യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവ് എഴുന്നേറ്റു. അന്ന് മുതൽ പ്രശ്നം തുടങ്ങി. അറിയാത്തവർ വരുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. തമ്മിൽ അറിയുന്നവരാകുമ്പം വലിയ പ്രശ്നം വരികയില്ല. ഭാര്യ ഭർത്താവിനെ നന്നായിട്ട് അറിഞ്ഞാൽ മതി, പ്രശ്നമില്ല. ഭർത്താവ് ഭാര്യയെ നല്ലതുപോലെ മിണ്ടുന്നില്ല ഒരെണ്ണം. നിങ്ങൾ പറയാം, എൻ്റെ പാസ്റ്റർ അവളെ അറിയാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ ചരിത്രമല്ല എന്നോട് നാട്ടുകാർ നീ നേരത്തെ അന്വേഷിച്ച് വേണ്ടായിരുന്നോ കേട്ടാൻ. നീ ഇവിടെ നിന്ന് ആ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് ഷൂള പഠിച്ചു അവളോട് പറഞ്ഞ് നീ ഓട്ടോയിൽ വന്നോണം, ഞാൻ അവിടെ കാണുമെന്ന്. ഇതിപ്പം നീ 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണോ അറിയുന്നത്? എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയെ പോലെ. ഭാര്യ അങ്ങനെ ഭർത്താവിനെ നന്നായിട്ട് അറിഞ്ഞാൽ മതി, പ്രശ്നം തീരും. മക്കളുടെ സ്വഭാവ രീതികൾ മാതാപിതാക്കൾ അറിഞ്ഞ് പെരുമാറിക്കെ പ്രശ്നം തീരും. മാതാപിതാക്കളുടെ സ്വഭാവ രീതികൾ മക്കളൊന്ന് അറിഞ്ഞ് പെരുമാറിക്കെ പ്രശ്നം തീരും. അമ്മായിയമ്മയുടെ സ്വഭാവം നന്നായിട്ടൊന്ന് അറിഞ്ഞ് പെരുമാറിക്കെ തള്ളച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുക. ആ പരിപ്പോടെ ഭർത്താവ് കൊണ്ടുവരും, ആദ്യം അമ്മയുടെ കയ്യിലോട്ട് വേണം. അമ്മ ഇത് അമ്മ എല്ലാവരും കൊടുക്കുക. തള്ള പ്രശ്നം ഉണ്ടാക്കുകയില്ല. നീ തള്ള കാണാതെ പരിപ്പോടെയായിട്ട് പയ്യെ അകത്തോട്ട് മുമ്പളേ തള്ള എവിടെ നിന്ന് നോക്കി ഇവിടെ തന്നെ കൊണ്ടുവന്നേ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? എടാ ഞാൻ പറയാം, പരിപ്പുവട ആകെ വീട്ടിൽ 5 പേരേ ഉള്ളു. 4 പരിപ്പുവട കൊണ്ടുവന്നു. അങ്ങനെ അങ്ങ് ചിന്തിക്കേ, 4 ഉള്ളായിരുന്നു, 4 കൊണ്ടുവന്നു. അതാ തള്ളയിടയിലോട്ട് ആ 4 അങ്ങ് കൊടുത്തേ. എൻ്റെ അഭിപ്രായം പറയാം, അമ്മ കഴിക്കാതെ ബാക്കി 4 പേർക്ക് ഓരോന്ന് തരും. നീ അമ്മയ്ക്കൂടെ കൊടുക്കാൻ തികയത്തില്ല, 5 വേണമായിരുന്നു, 4 വേണം. എന്നാൽ ആര് പറയണ്ട അച്ഛാ നമുക്ക് രാത്രി 12 കഴിയുമ്പോൾ പരിപ്പുവട തിന്നാന്ന് പറഞ്ഞാൽ ഈ തള്ള നിന്നെ ഉറക്കുകയില്ല. തള്ള ആദ്യം അടുക്കളയിൽ കയറി ആ സ്റ്റീൽ പാത്രം എടുത്ത് പൊത്തോന്നിടും. പരിപ്പുവട നിന്റെ തൊണ്ടയെ കുരുങ്ങുകയും ചെയ്യും. ഞാൻ തമാശ പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ഒരു അമ്മയുണ്ടായിരുന്നു. മരുമക്കൾ വെളുപ്പിനെ എഴുന്നേക്കാനൊന്നും പുള്ളിക്കാരി പറയുകയില്ല. എഴുന്നേറ്റില്ല ഒന്നുമില്ല. തള്ള ചെയ്യുന്ന പനി എന്നാന്ന് ചോദിച്ചാൽ 4:45 അടുക്കള കയറി സ്റ്റീൽ പാത്രം ഓരോന്നിടുന്ന് പൊത്തോന്നിടും. സ്റ്റീൽ പാത്രം ചുല്ലണം. അപ്പം വീട് കിടക്കുന്ന മുഴുവനെണ്ണം എഴുന്നേക്കും. മരുമകൾ ഓടിയുന്ന അമ്മച്ചി അയ്യോ അമ്മോള് പോയി കിടന്നോ, ഞാൻ വിളിച്ചില്ലല്ലോ, എന്തിനാ വിളിക്കുന്നത്, 10 പാത്രം ഇടുകയല്ലേ. ഇല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അറിഞ്ഞ് ഇടപെട്ടാ മതി, ഈ പ്രശ്നമെല്ലാം തീരുവന്നേ. അതെ, യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവ് എഴുന്നേറ്റ്. അന്ന് മുതൽ പ്രശ്നമാണ്. ഏലാൽ ഇവരെ കണ്ടമാനം ഉപദ്രവിക്കാൻ, പീഡിപ്പിക്കാൻ തുടങ്ങി. അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിക്കാൻ തുടങ്ങി.
ഇവരുടെ കഷ്ടത ദൈവം കണ്ടു, നിലവിളി ദൈവം കേട്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തെരഞ്ഞെടുത്തു. മോശ മിസ്രയീമിൽ ചെന്ന് ഫറവോനോട് പറഞ്ഞു, ജനത്തെ ആരാധനയ്ക്ക് വിട്ടുതരണം. ഫറവോൻ പറഞ്ഞു തരികയല്ല. അപ്പോൾ ദൈവം ബാധകൾ അയച്ചെന്ന പുസ്തകത്തിൽ വായിക്കുന്ന ബാധ, ഓരോരോ ബാധകൾ അങ്ങോട്ട് വിട്ടു. പല ബാധകൾ വിട്ടതിൽ ഒരു ബാധയാ എപ്പോഴും ഞാൻ പറയും തവളയെ കൊണ്ട് പൊറുതിമുട്ടി. തോട്ടിലും സമുദ്രത്തിലും കുളത്തിലും നദിയിലും ഒക്കെ കിടന്ന തവള ചാടി കരയ്ക്ക് കയറി ചെന്നപ്പം വീട് മുഴുവൻ തവള. എന്നാൽ ബെഡ്റൂമിൽ കയറി കഥ കേട്ടപ്പോൾ അവൻ കട്ടിലിന്റെ പുറത്തെല്ലാം തവള. കട്ടനിട്ട് കുടിക്കാന്ന് അടുക്കള ചെന്നപ്പോ കലത്തിനകത്ത് തവള. എന്നാൽ കസേര ഇരിക്കാന്ന് ചെന്നപ്പോ നോക്കിയപ്പം കസേര തവള. ഇരുന്നപ്പോ നമ്മൾ ഞെട്ട്, നമ്മൾ ഓർക്കും ആത്മാവിലാന്ന് തവള അടിയിലിരിക്കുക. ചെല്ല ഇങ്ങനെ വെക്കുന്ന നാട്ടില് തവളയാന്ന്. തവളയെ കൊണ്ടങ്ങ് പൊറുതിമുട്ടി. ഈ തവളയെ കൊണ്ട് പൊറുതിമുട്ടി ഉടനെ പറഞ്ഞു, നമുക്ക് തവള മാറാനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ചോദിച്ചു, ആരെ വിളിക്കണം? മോശയെ വിളിക്കണം. ആള് വിട്ട് മോശയെ വിളിപ്പിച്ചു. മോശ പറഞ്ഞു, പെട്ടെന്ന് വരാൻ പറഞ്ഞു ഫറവോൻ. എന്നാ പ്രാർത്ഥിക്കാൻ വിളിക്കുക. മോശ ഓർത്തി കൈക്ക് രക്ഷിടാൻ പോവുക. ഇന്ന് രാത്രി ആള് ശരിയാകും. മോശ ആർത്തിയോട് ആഗ്രഹത്തോടെ വന്ന് ചോദിച്ചു, തിരുമേനി എന്തിനാ വിളിച്ചേ? ഉടനെ പുള്ളി പറയാ, തവള മാറാൻ പ്രാർത്ഥിക്കാം. എന്നാലും ദൈവത്തെ വിളിക്കാൻ താല്പര്യമില്ല. തവള മാറാൻ മോശ ഓർത്ത് കാണും ബന്ധപ്പെട്ട് വന്നത് തവളയാന്നേ തവള, പേനാന്നേ പേൻ, ഈച്ചയാന്നേ ഈച്ച, പ്രാർത്ഥിക്കാം. മോശ ചോദിച്ചു, തവള എപ്പോൾ പോകണം? ഉടനെ ഫറവോൻ പറഞ്ഞ മറുപടി അവിടെ കിടപ്പുണ്ട്, നാളെ പോയാൽ മതിയെന്ന്. അങ്ങനല്ലേ മോളെ, നീ ഇത് വായിച്ചേ, 8-ാം അധ്യായത്തിന്റെ 8 മുതലൊന്ന് വായിച്ചു. അതിൽ തവള അനവധിയായി ജനിക്കും, അത് കയറി ശയനഗ്രഹത്തിലും. അതാ ബെഡ്റൂമിലൊക്കെ തവള കയറിയെന്നതായി പറഞ്ഞ, ശയനഗ്രഹത്തിൽ വരെ തവള കയറി. കട്ടിലിന്മേലും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും ജനത്തിന്മേലും അപ്പം ചുടുന്ന അടപ്പുകളിലും. അടുപ്പിൽ വരെ തവള കയറി. അതാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. അടുപ്പിനകത്ത് തവള, കലത്തിൽ തവള, അപ്പച്ചട്ടിക്കകത്ത് പാലപ്പത്തിന് വരെ തവള. ചുരുക്കി പറഞ്ഞ തവളയെ കൊണ്ട് പൊറുതിമുട്ടി ഉടനെ ഫറവോൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പം ഫറവോനോട് മോശ ചോദിച്ചു, തവള എപ്പോ പോകാൻ പ്രാർത്ഥിക്കണം? തവള നിന്നെയും നിന്റെ ജനത്തെയും വിട്ടു നീങ്ങി നദിയിൽ. 18-ാം വാക്യമല്ലേ മോളെ? 8 മുതലല്ലേ വായിച്ചേ? അപ്പോൾ യഹോവ മോശയോട്, തവള നിന്നെയും നിന്റെ ജനത്തെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ജനത്തിനും നിന്റെ ഭൃത്യന്മാർക്കും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചതിന് ടൈം പറയാൻ പറഞ്ഞു. വായിച്ചേ, വായിച്ചോ. നാളെ എന്ന് അവൻ പറഞ്ഞു. അല്ലെ മേളത്തെ വാക്യം വായിച്ചേ. മോശ ഫറവോനോട് തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും വേണ്ടി ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം? തവള മാറാൻ എപ്പോ പ്രാർത്ഥിക്കണം? ടൈം പറയാൻ പറഞ്ഞു. ടൈം ഉണ്ടല്ലോ, തവള ശല്യം ഉണ്ടാക്കുക, തവള എപ്പോ പോണം? ടൈം. അപ്പൊ ഫറവോൻ പറഞ്ഞ ടൈം എന്നാ? നാളെ എന്ന് അവൻ പറഞ്ഞു. നാളെ. അപ്പൊ പിന്നെ ഇന്ന് തവളയുടെ കൂടെ അതല്ലേ ന്യായമായ മറുപടി. തവള എപ്പോ പോകണം? പുള്ളി പറയാ നാളെ പോയാ മതി എന്ന്. അപ്പൊ പിന്നെ ഇന്ന് തവളയുടെ കൂടെ. ഈ തവള എന്നുള്ളത് പിശാചിന് നിഴല. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, തവളയെ പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടെന്ന. അപ്പൊ ഈ തവള പിശാച. തവള കരയുന്നതും പറവോ നല്ല വിളിച്ചല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച്, നല്ല മഴയുള്ളപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് തിരിക്കുക. തവള ഇരുന്ന പറോ പുള്ളിയുടെ ആളാ പറവാൻ. ഏനാ പറവോന്റെ ആളാണ്. അപ്പൊ ഇത് അശുദ്ധാത്മാവിന് നിഴലാ. ചുരുക്കി പറഞ്ഞാൽ ഈ തവള എപ്പോ പോകണം? ഉടനെ പുള്ളി പറയാ നാളെ പോയാ മതി എന്ന്. അപ്പൊ ഇന്ന് തവളയുടെ കൂടെ. എന്നാൽ വിടുതൽ പ്രാപിക്കേണ്ടവൻ നാളത്തേക്ക് നീട്ടരുത്. എന്തെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഇന്ന് രാത്രി രക്ഷാദിവസമാ. ഈ രാത്രി സുപ്രസാദ കാലമാ. ഈ രാത്രി ദൈവം നിന്നെ ഒരുക്കി തന്നിരിക്കുക. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിനായി സമർപ്പിക്കുക. സ്തോത്രം. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ
കാന്തൻ വന്നിടും കാത്തിരിക്ക നീ ശൂലമിയാണ്. കാലത്തികവിൽ കാന്തൻ വന്നിടും കാത്തിരിക്ക നീ ശൂലമിയാണ്. പാടാൻ നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. ഇന്ന് രാത്രി രക്ഷാ ദിവസമാണ്. ഈ രാത്രി ഈ സുപ്രസാദ കാലമാണ്. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ഈ ബാധകൾ വലത് വിട്ടിട്ടും ഫറവോന് മാനസാന്തരം വന്നില്ല. ഒടുവിൽ ദൈവം ഒരു പദ്ധതി കിട്ടു. ഒടുവിലത്തെ ബാധ സംഹാരബാധയാ. ആദ്യജാതന്മാർ മാറ്റപ്പെടും. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ആട്ടിൻകുട്ടിയെ സന്ധ്യാസമയം 14-ാം തീയതി സന്ധ്യാസമയത്ത് ആട്ടിൻകുട്ടി അറുത്ത് അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടിടത്തിൽ കിണ്ണത്തിൽ മുക്ക് കട്ടക്കാരടിൽ കുറുമടിയിൽ പുരട്ടണം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കണം, അടയാളമാകണം. ഈ കുഞ്ഞാട് ആരാണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട്. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കളങ്കമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, യാതൊരു അശുദ്ധിയുമില്ലാത്ത നിഷ്കളങ്കമായൊരു കുഞ്ഞാട്. അത് യേശു ക്രിസ്തുവിനെ നടല. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടി നിനക്ക് രക്ഷയുണ്ട്. ആ കുഞ്ഞാടിന്റെ രക്തം കട്ടിളക്കാൽ കുറുമ്പടിമേൽ പുരട്ടണം എന്ന് പറഞ്ഞാൽ കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി യേശു രക്തം, ആ രക്തത്താൽ ഇന്ന് രാത്രി പാപക്ഷമ പ്രാപിക്കുന്നെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷയാ. സംഹാരബാധയിൽ നിന്ന് നിന്നെ രക്ഷിക്കും. ദൈവത്തിന് മകത്ത്. അങ്ങനെ ഇസ്രായേൽ മക്കൾ ചോരത്തളി ആചരിച്ച ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടവരാരും പിന്നെ മിസ്രയീമിൽ നിന്നില്ല, അവർ മിസ്രയീം വിട്ടു. ശരിയായി നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ മിസ്രയീം വിടും. മിസ്രയീം വിടാതെ പിന്നെയും കടിച്ചു തൂങ്ങി കിടക്കുന്നെങ്കിൽ ഓർത്തോണം, നിന്റെ രക്ഷ ശരിയല്ല. അവിടെ കിടന്ന ആടുന്നത് വർഷിപ്പാന്നാ പറഞ്ഞത്. എവിടെ കിടന്ന്? സ്തോത്രം. ചെല്ലു പറഞ്ഞത് നിൽക്കുന്നിടത്തൊക്കെ നിന്നാ മതി, ഒക്കുകയല്ല. അവിടെ നിന്നാ നീ ശരിയാകുകയല്ല. ഇരിക്കുന്ന സ്ഥലവും നല്ലതായിരിക്കണം. പണ്ട് കവി ചെല്ലു പറയുകയല്ലേ, നിൽക്കുന്നിടത്ത് അങ്ങ് നിന്നാ മതി, ഒന്ന് രക്ഷപ്പെടുകയല്ല. എന്നെ അമ്മമ്മ ഇങ്ങോട്ട് വരാത്ത അച്ഛൻ, അതെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് പേരെ ഇവിടെ നേടിക്കൊണ്ട് ഒന്നിച്ച്, പിന്നെ അമ്മാമ്മ രക്ഷിക്കപ്പെട്ടതാണോ? പിന്നെ ഞാൻ കൊട്ടാരക്കര, പിന്നെ ചീരങ്കായ് വന്നപ്പോ എന്നാ പമ്മി ഇരിക്കുന്നേ. ഞാൻ പിന്നെ എന്നെ വിട്ടുപോരാതെ അതേ നിൽക്കുകയാണെ കുറച്ച് പേരെയും കൂടെ നേടിക്കൊണ്ട് നേരിനെ ചുമ്മാ സമയം കളയുക. അത് കവി പണ്ട് പാടി, വളക്കുഴിക്കകത്തിരും മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ഏതാ നിൽക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാന്നുള്ളവർ ഉണ്ടെങ്കിൽ അതിന് ഉദാഹരണമാണ്. വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ഒരുത്തനെ വളക്കുഴിക്കകത്തിരിക്കുക. വളക്കുഴി എന്ന് പറഞ്ഞാൽ പാക്ടം ബോക്സ് 20-20 അല്ല. പണ്ട് കാലത്ത് ഈ സെപ്റ്റിക് ടാങ്ക് ഒന്നും ഇല്ലാത്ത പണ്ട് കാലത്ത് പഴയ ആൾക്കാർക്കറിയാം, പുരയിടമുള്ള ആൾക്കാര് വിസർജ്യ വസ്തുക്കൾ വിക്ഷേപിക്കാൻ ഈ വീടിന് അടുത്തായിട്ട് വസ്തു ഉള്ളവരെ ഇച്ചിരി മാറി ഒരു കുഴിയെടുക്കും. ദിനചര്യകൾക്ക് വേണ്ടിയുള്ളതാ കുഴി. ആ കുഴിക്ക് പറയുന്ന പേരാണ്, പഴയ പേരാ വളക്കുഴി. ആ കുഴി പഴയ ആൾക്കാർക്ക് അറിയാം. ഒരു വലിയ കുഴി എടുക്കും, പാലത്തടി 2 എണ്ണം. കിഴക്കൻ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഈ മുരിക്കിന്റെ, ഞങ്ങളുടെ കാവാലം സൈഡിലൊക്കെ മുഴുത്ത കൈതയുടെ കാല, ഈ ഏരിയയിൽ എങ്ങനെയാണ്? ഓ, നിങ്ങൾക്ക് പണ്ട് മുതലേ യൂറോപ്പായിരുന്നല്ലോ. എടാ പാലത്തോട് കഴിഞ്ഞ് കുടിക്കാത്ത വീണ പലതും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആ കയറിയുള്ള വരവൊക്കെ ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പൊ പണ്ട് കാലത്ത് ഈ കുഴിയാ, ആ കുഴിക്ക് വളക്കുഴി എന്നാ പറയുന്നത്. അപ്പൊ വളക്കുടിക്ക് ഒരു 2 തടിയൊക്കെ ഇടും, ചുറ്റുമൊക്കെ ചെല്ലും മറയ്ക്കും. രാവിലെ അങ്ങോട്ടൊരു പോക്കുണ്ട്. അതാ ദിനചര്യയുടെ ഭാഗമാണ്.
ഒരു 10-10:30 ആകുമ്പോൾ പഴയ അമ്മമാര് അടുപ്പിലെ ചാരമെല്ലാം അവിടെ കൊണ്ട് വെതറും, അത് കൃമി നശിച്ചു പോകാനാണ്. അങ്ങനെയൊക്കെ അതിൻ്റെ ക്രമങ്ങൾ. അപ്പൊ ആ കുഴിക്ക് പറയുന്ന വളക്കുഴി എന്നാ. അപ്പൊ കവിയുടെ ഭാവനയാ വളക്കുഴി. എന്നെ ഉപയോഗിച്ച സ്മെല്ല് മാറാനാ. എവിടെ ഇരിക്കുന്നത്? ഞാൻ ഇരിക്കുന്നതൊക്കെ ഇവിടെ, പക്ഷെ നീ അന്ന് എനിക്ക് തിരികെ രൂപാട് വരാന്നല്ലാതെ ഈ കുഴിക്കകത്ത മണം മാറുമെന്ന് നീ ചിന്തിക്കാൻ. സോപ്പും ഒക്കെ ഇപ്പം നല്ല മണമുള്ള സോപ്പൊക്കെ ഉണ്ട്, അതിട്ട് കുളിച്ച് ഒക്കെ വൃത്തിയായാൽ മണം മാറല്ല. അവിടെ ഇരുന്ന് ഇത് കത്തിച്ചോണ്ടിരുന്നാലൊന്നും മണം മാറുകയില്ല. അതാ കവിയുടെ ഭാവനയാ. വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വാർത്തി കൊളുത്തിടുന്നു വേറെ വേഗുന്ന വീടിനകമേ ഇരുന്ന് പെരക്ക് തീ പിടിക്കുക. തായ്പരെ നടുമുടിയും എറവാരം എല്ലാം കത്തി, കോടിക്കഴുക്കോല് വരെ കത്തി, അവൻ ചീലാന്തി വരെ കത്തി ഇറങ്ങുക. വേഗുന്ന വീടിനകമേ ഇരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. എന്റെ ഭാഷ പറയും, ഒരു വെടല പെരക്ക് തീ പിടിക്കുമ്പം നടുക്കത്തെ മുറി കസേര ഇരുന്ന് പാള കൊണ്ട് വീശുന്നു, ഉഷ്ണമാന്ന്. പെര കത്തി ഇറങ്ങുക. ഇവനെ പോലെ വിവരദോഷി പെര കത്തി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൻ കൊട്ടപ്പാള വട്ടം മുറിച്ചേച്ചിട്ട് വീശുക, ഉഷ്ണമാന്ന്. രക്ഷപ്പെടാനെന്ന് ഇറങ്ങി ഓടണം. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്തിരുന്ന് രക്ഷപ്പെടാൻ ചിന്തിച്ച നടക്കത്തില്ല. ആ രക്ഷിക്കപ്പെട്ട ദൈവഭക്തൽ മിസ്രയീം വിടണം. അവര് മിസ്രയീം വിട്ട് കനാനിലേക്കുള്ള പ്രയാണവേളയിൽ ചെങ്കൽ തീരത്ത് വന്നു. അതാണ് നമ്മുടെ കുറുവാക്യം. അങ്ങനെ ചെങ്കൽ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ പുറകിൽ വലിയ ശബ്ദം കേൾക്കാം. നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം പുറകെ വരുന്നു. മുൻപിൽ ചെങ്കടൽ, ആകെ പ്രതിസന്ധി. അപ്പുറം ഇപ്പുറയും വലിയ പർവ്വത നിരകളാണ്. ഒരു രക്ഷയില്ല. മുൻപിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പിറകിൽ ഫറവോന്റെ സൈന്യം വരുന്നു. ഇതിന്റെ നടുവിൽ ഇവർ ഭാരപ്പെട്ടപ്പോൾ, പിറുപിറുത്തപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ജനത്തോട് നീ പറയണം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ ഇന്ന് നിങ്ങൾക്ക് രക്ഷ ചെയ്യാൻ പോകുകയാണ്. മനുഷ്യനെല്ലാം ഭയമുള്ളവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും ഭയമുള്ള, പേടിയില്ല. ഒരിക്കലും പറഞ്ഞു, എനിക്ക് മരണത്തെ പോലും പേടിയില്ല, എനിക്ക് പേടിയാ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛന് മരണത്തെ പേടിയില്ലയോ? എനിക്കങ്ങും പേടിയില്ല. പിന്നെ ആ വാചകത്തിൽ തന്നെ പുള്ളി പറഞ്ഞു, പക്ഷേ എനിക്ക് മരണത്തെ പേടിയില്ലെന്ന്, പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ മരണത്തെ പോലും പുള്ളിക്ക് പേടിയില്ല, പക്ഷെ സ്വന്തം. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഈ ഇതിനകത്ത് കാണും. കൈയൊന്നും പൊക്കണ്ട, അതുമായിട്ടിരുന്ന് സ്തോത്രം പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടുന്ന കിട്ടട്ടെ. അപ്പോൾ മരണത്തെ പോലും ഭയമില്ല, പക്ഷെ ഭാര്യ പേടി. സഭയിലുമൊക്കെ വന്ന് വലിയ ആള് കളിക്കുന്ന അച്ചായന്മാരുണ്ട്. പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ആരാന്നറിയാമോ? ഞാൻ ചീരങ്കാവിലെ ചീരനാണ്. പാസ്റ്റർക്ക് എന്നെ അറിയാമല്ലോ. വലിയ വലിയ വകുപ്പൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പെമ്പള പറയാം, പൂജ ചെല്ലും പോലെ നിങ്ങളെന്തോ അവിടെ പോയി എന്ത് കുഞ്ഞാടായിട്ടാ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ മരണത്തെ പോലും പേടിയില്ല, പക്ഷെ ഭാര്യയെ പേടി. വേറെ ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് രോഗങ്ങളെ പേടി, ചിലർക്ക് പ്രകൃതി ശക്തികളെ പേടി. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ഇന്ന് രാത്രി ഇവിടെ പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ നിങ്ങൾക്ക് രക്ഷ ചെയ്യാൻ പോകുകയാണ്. ഇവിടുത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന മിസ്രയീമിയ സൈന്യത്തെ കണ്ട് നീ പേടിക്കരുത്, ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് രക്ഷ ചെയ്യാൻ പോകുകയാണ്. ഞാനത് ഇങ്ങനെ ആ സബ്ജക്റ്റ് പറയുന്നത്, ഒന്ന് ഭയപ്പെടേണ്ട. എന്തുവാ? നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന പാരമ്പര്യ ശക്തികളെ കണ്ട് നീ പേടിക്കരുത്, ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് രക്ഷ ചെയ്യും. ഒരു ശത്രുവിൻ നിന്നെ തൊടുകയില്ല, ഒരു പാരമ്പര്യ ശക്തി നിന്നെ തൊടുകയില്ല, ഒരു പാരമ്പര്യ ബന്ധനം നിന്നെ പിടിക്കത്തില്ല. കാരണം നീ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതല പ്രാപിച്ച ദൈവമല്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. പുതിർ പാരമ്പര്യമായുള്ള നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ആമൻ സ്വത്ത് പൊന്ന് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. ആ രക്തം പാപം മോചിക്കുന്ന രക്തമാ, വിലയേറിയ രക്തമാ, പുണ്യാക രക്തമാ, രക്ഷിക്കുന്ന രക്തമാ, ശുദ്ധീകരിക്കുന്ന രക്തമാ, സൗഖ്യമാക്കുന്ന രക്തം. ഈ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതലേ, നീ പേടിക്കരുത്. ഒന്ന്, നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന പാരമ്പര്യ ശക്തികൾ കണ്ട് പേടിക്കരുത്, ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് രക്ഷ ചെയ്യും.
ഇനി വിശദീകരിച്ച് പ്രസംഗിക്കുന്നില്ല, 2 പോയിന്റ് കൂടെ പറഞ്ഞങ്ങ് നിർത്താം, സമയമായല്ലോ. ദൈവത്തിന് മഹത്വം. 2 നീതു പെട്ടെന്ന് വായിക്കണം. ഭയപ്പെടേണ്ട. 1 പാരമ്പര്യ ശക്തികളെ കണ്ട് പേടിക്കണ്ട, ഉറച്ചു നിന്നാ മതി, ദൈവം രക്ഷ ചെയ്യും. 2 വായിച്ച് ഉൽപ്പത്തി പുസ്തകം 15:1. പെട്ടെന്ന് നിർത്താം, പെട്ടെന്ന് നിർത്താം. അതിന്റെ ശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലം. 1 പാരമ്പര്യ ശക്തികളെ കണ്ട് പേടിക്കരുത്, ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് രക്ഷ ചെയ്യും. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയാ, ഭയപ്പെടേണ്ട അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. ചരിത്രമൊന്നും വിസ്തരിക്കുന്നില്ല. 14-ാം അധ്യായത്തിൽ യുദ്ധങ്ങളുടെ അധ്യായമാ. ജാതികളുമായുള്ള യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തി അബ്രഹാം ജയഭേരി മുടക്കി. സഹോദരപുത്രൻ ലോത്ത്, അവന്റെ കുടുംബം, ആ ഭാര്യ, ആ സമ്പത്ത്, തലമുറകളെയെല്ലാം രക്ഷിച്ച് അതാ ദിനങ്ങളിൽ കൊണ്ട് പാർപ്പിച്ചു. ശാലേം രാജാവും സോദോം രാജാവും വന്നു. 2 പേരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശാലേം രാജാവിന്റെ കയ്യിൽ നിന്ന് അപ്പവും വീഞ്ഞും വാങ്ങി. സോദോം രാജാവിനോട് പറഞ്ഞു, നിന്റെ ഒരു ചരടാകട്ടെ, ചെരുപ്പ് മാറാകട്ടെ എനിക്ക് വേണ്ട, കാരണം അവസരം കിട്ടുമ്പോൾ നീ പറയാം ഞാൻ കളത്തിയതാന്ന്. അതൊന്നും വേണ്ട, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. നിന്റെ ഒരു ചരടാകട്ടെ, ചെരുപ്പ് ആകട്ടെ എനിക്ക് വേണ്ട. ശാലേം രാജാവിൻ്റെ കയ്യിൽ നിന്ന് അപ്പവും എല്ലാം വാങ്ങി, ദശാംശമെല്ലാം കൊടുത്തു. എല്ലാം അതിൻ്റെ ക്രമത്തിലെല്ലാം ആക്കി അബ്രഹാം തന്നെ കൂടാരത്തിൽ വന്നു. അന്ന് രാത്രി ദൈവം അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജയിച്ചു വന്ന അബ്രഹാമിൻ്റെ ഹൃദയത്തിനകത്ത് ഭയമുണ്ടായി. ഭയം വരാനുള്ള ന്യായമായ ഒരു കാരണം പറയാം, ജാതികളുമായുള്ള യുദ്ധമാണ് അബ്രഹാമിൻ്റെ ചിന്ത. എല്ലാവരും മരിച്ചിട്ടില്ല, പരാജയപ്പെട്ട ജാതികൾക്ക് വൈരാഗ്യം കൊടുത്ത് വീണ്ടും സൈന്യ സമേതരായി ഒന്നിച്ച് പക്ഷം ചേർന്ന് വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ ഇവരെന്നെ പരാജയപ്പെടുത്തുമോ, നശിപ്പിക്കുമോ, ഞാൻ അവർക്ക് അടിമയായി പോകുമോ, ഈ ജാതികൾ എന്നെ തകർക്കുമോ എന്നുള്ള ചിന്ത അബ്രഹാമിൻ്റെ അകത്ത് കയറി. അകത്ത് ഭയം കയറിയപ്പോൾ ഉള്ളമറിയുന്ന ദൈവം അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ പരിചയ. 2-ാമത്തെ വിഷയം ഇതാ, ജാതീയ ശക്തികളെ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്, ദൈവം നമ്മുടെ പരിചയ. ഇന്ന് രാത്രി ദൈവം നിന്റെ പരിചയ. യഹോവയാകുന്ന ദൈവം നമ്മുടെ പരിചയം, അവന് സഹായവുമാണ്. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ പേടിക്കരുത്. നിങ്ങൾ വചനം പഠിക്കുന്നവർക്ക് അറിവിനൊരു കാര്യം പറയാം. മല്ലന ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരുത്തൻ 6 മുഴ ഉയരോ 1 ചാൺ നെടുപ്പും. അവനിങ്ങനെ നിൽക്കുക. അവനെ കണ്ട് എല്ലാവരും പേടിച്ചോടി. ദൈവത്തിന് മഹത്വം. ദാവീദും മുമ്പോട്ട് ചെന്നു. നിങ്ങൾക്ക് വചനം അറിയാവുന്നവർക്ക് ഈ ഭാഗം അറിയാം. കയ്യിൽ 5 കല്ലുണ്ട്, ഒരു കവണ, ഒരു വടി. ഇതൊക്കെയുള്ള ദാവീദിന്റെ കയ്യിൽ. ഒരു വടി, ഒരു കവണ, ഒരു സഞ്ചി, 5 കല്ല്. വേറെ ഇടിപിടിയൊന്നും അല്ല, ഡോ ഇല്ല, റവ ഇല്ല. നിതാന്ത വന്ധ്യ ദിവ്യ. എന്നെ മോഹൻ തുളക്കും. തല്ല് കിട്ടുകയാണെങ്കിൽ എല്ലാവരും മേടിക്കും. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പകുതി തരും. തന്നെ മേടിച്ചുകൊണ്ട് ഞാൻ പോവുകയില്ല. അതുകൊണ്ട് സ്വോത്രമൊക്കെ പറഞ്ഞിരുന്നോണം, എന്ത് കിട്ടിയാലും തരും. അപ്പൊ ശ്രദ്ധിക്കുക, ദാവീദിന്റെ പേരിന് മുമ്പിൽ വിശേഷതകളൊന്നുമില്ല. കയ്യിലും അങ്ങനെ വലിയ വിശേഷതകളൊന്നും പറയാൻ ഒന്നുമില്ല. തൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഒരു വടി, ഒരു കവണ, പിന്നെ വെച്ചുകെട്ട്, നട, വെടി, പുക, ഇടി, കോട. ഭയങ്കര നിപ്പ്. ഗോലിയാത്തിന്റെ നിപ്പൊക്കെ കണ്ട അന്നേരം നമ്മൾ ഞെട്ടിപ്പോവും. ആ പരുവത്തിനാ നിൽക്കുന്നേ. ദാവീദ് അങ്ങോട്ട് കയറി ചെന്നപ്പം എടാ ഭയങ്കര ഒരുത്തൻ നിൽക്കുന്നു. ഗോലിയാത്ത് 6 മുഴ 1 ചാൺ നടപ്പം. അന്നേരം അവന്റെ മുമ്പിൽ വേറൊരുത്തൻ നിൽക്കുന്നു. മോളെ എന്ന് വായിച്ച എല്ലാവർക്കും സംശയം വരുന്നു. ശാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം വായിച്ചേ മോളെ. വായിപ്പിക്കുന്നില്ലെന്ന് ഓർത്തതാ, സംശയം ഉള്ളത് കൊണ്ടാണ്. ഒന്നുകൂടെ വായിച്ചോ മോളെ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. പിന്നെ അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമര ചക്രവും ധരിച്ചിരുന്നു. താമര കവചവും ധരിച്ചിരുന്നു. ആയിക്കോട്ടെ, വായിച്ചു.
അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായി. ഒരു വേലും ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പു തടി പോലെയായി. പിന്നെ കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ് ആയിരുന്നു. നിർത്തിക്കേ, ഇനി നിർത്തണേ, മറക്കരുത്. നോക്കി വെച്ചോണം, പറയുമ്പോ ഉടനെ അടുത്തത് വായിക്കണം. അപ്പോൾ ഫെലിസ്ത്യരുടെ മേളകത്തുനിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. അവൻ 6 മുഴവും 1 ചാൺ നടപ്പവും, അവന്റെ തലയിൽ വലിയ താമ്ര ശിരസ്ത്രം, അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമ്ര കവചം ധരിച്ചു. അവന് കാഴ്ചട്ടയും ചുമല് താമ്രം കൊണ്ടൊരു വേലും, അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ, കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ്. ഇനി അടുത്ത വാക്യം. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. എങ്ങനെ വായിച്ചോ? ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. വളരെ നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പണ്ട് ഞാൻ ഈ വാക്യം വായിച്ചപ്പം വേറൊരാൾ വായിച്ചു, ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടക്കുന്നു. ഞാൻ പിന്നെ ഉടക്കുണ്ടാക്കാതിരിക്കാൻ പറഞ്ഞു, പരിചയം കാണും. കുറെ നാളായിട്ട് നടക്കുന്ന ആളിനെ പരിചയം കാണുകയല്ലേ. ഇത് പരിചയക്കാരൻ. അപ്പോൾ ഈ മല്ലനാകുന്ന ഗോലിയാത്ത് ഇങ്ങനെ നിൽക്കുക നെടുപ്പത്തോടെ. അവന് കാഴ്ചട്ടയും ചുമലിൽ താമം കൊണ്ടൊരു വേലും, കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പത്തിന്റെ പോലെ, കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ്. വലിയ BTH, BD, MTV, MTH, റിസർച്ച്, ഡോ, റവ, പിന്നെ നിതാന്ത, ദിവ്യ, വന്ധ്യ, ദിവ്യ, മോർ ആൻഡ് മോർ, ഇതെല്ലാം കൂടെ വെച്ച് ഇവൻ ഇങ്ങനെ നിൽക്കുക. അന്നേരം ദാവീദ് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഈ കക്ഷിയുടെ കയ്യിൽ ഒരു കവണ, ഒരു സഞ്ചി, ആ സഞ്ചിക്കകത്ത് 5 കല്ല്, പിന്നെ ഒരു വടി. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. വടിയൊക്കെ ആയിട്ടാ ചെന്നപ്പം അവൻ പരിഹസിച്ചു, നീ എന്നാടാ വടിയായിട്ട് എൻ്റെ നേരെ? ഇവൻ പൊട്ടനാ, വടിയായിട്ട് എന്നവനെല്ലാം വിടുതൽ കിട്ടിയാ വന്നേക്കുന്നത്. പിന്നെ പുസ്തകത്തിൽ വാക്യം അങ്ങനെ, അത് യാക്കോബ് പറഞ്ഞു, ഒരു വടിയോടുകൂടെ ഞാൻ അങ്ങോട്ട് പോയി. നോക്ക്, ഇഷ്ടം പോലെ ദൈവം എന്നെ സഹായിച്ചു. ഒരു വടിയായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ അങ്ങോട്ട് പോയത് പോലെ ഇങ്ങോട്ട് വടിയായിട്ട് പോയവനെല്ലാം വിടുതൽ കിട്ടിയാ വന്നേ. മോശ ഒരു വടിയെടുത്ത് അങ്ങോട്ടിട്ടു, അഹറോന്റെ വടിയും കൊണ്ടിട്ടു. അപ്പം മന്ത്രവാദികളും വടി കിട്ടു. അപ്പം മന്ത്രവാദികളുടെ വടിയും പാമ്പായി. മോശയുടെ അവരിട്ട വടിയും പാമ്പായി. ചുരുക്കി പറഞ്ഞ മൊത്തം പാമ്പ്, എല്ലാ പാമ്പും കിടന്ന് ആടുക. ഇപ്പൊ നമ്മുടെ പാമ്പ് ഏതാന്ന്? എല്ലാം അങ്ങ് പ്രൈസാൻ പരിച്ചിപ്പാ. ഹലോ ചീ, പാമ്പെല്ലാം കിടന്നാട് ചീ. അപ്പൊ അകരം ചോദിച്ചാ, അച്ഛാ നമ്മുടെ പാമ്പ് ഏതാ? വെയിറ്റ്. ഇന്നാന്നേ നമുക്ക് പറയാം, വെള്ളപ്പാമ്പ് ഞങ്ങള് ചർച്ചക്കോട് മുളക്കുഴയാ. പിന്നെ അടാ കറുത്ത പാമ്പ് അത് പാക്കൽ സൈഡിലെ പാമ്പാ. തലേ കൈവെക്കുന്നു. സ്തോത്രം. പിന്നെ കറുപ്പും വെള്ളയും കൂടെ ഇടകലർന്നത് അത് ഉമ്പനാട്ടിലെ പാമ്പാ. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ തരംതിരിക്കാം. അണ്ട് IPC എഴുതിയ പാമ്പ് കണ്ടോ ഇടയ്ക്ക്? അത് IPCയുടെ പാമ്പാ. ബ്രാക്കറ്റിലൊരു പാമ്പ്, അത് ചർച്ചക്കോടാ, ബ്രാക്കറ്റ് പാമ്പ്. പിന്നെ പാലിന്റെ എവിടെയും തലയുടെ എവിടെയും 2 അക്ഷരം AG, അത് വേറെ പാമ്പ്. പിന്നെ തൂവുള്ള ഒരു പാമ്പ്, അത് TPM, അത് ഇച്ചിരി മാറി ആടുന്നത്. അപ്പൊ അപ്പുറം ഒറ്റ തിരിഞ്ഞ്, അത് സ്വതന്ത്രമാണ്. ഇന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം. പക്ഷെ അന്ന് ഒക്കുന്നില്ല. എല്ലാ പാമ്പും കിടന്നാടുക. മന്ത്രവാദികളിട്ട പാമ്പും അഹരോന്റെ വടി ആയ പാമ്പ് എല്ലാം കിടന്നാടുക. അപ്പം അഹരോണ്ട് അച്ഛാ നമ്മുടെ നേതാ ഇപ്പൊ ഒന്നും പിടി കിട്ടുന്നില്ല. മോശ പറഞ്ഞ വെയിറ്റ് ചെയ്യേ, ആരാധന അങ്ങോട്ട് മൂത്തപ്പം ഈ അഹരോന്റെ വടി ആ പാമ്പ് മറ്റേ പാമ്പിനെ എല്ലാം അങ്ങ് ഇപ്പൊ പിടി കിട്ടിയോ പാമ്പ് ഏതാണ്? ചുരുക്കി പറഞ്ഞാൽ ആരാധന ശരിക്ക് വെളിപ്പെടുമ്പോൾ അറിയാ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്. ശരിക്ക് ആത്മീക കത്തലുണ്ടാകുമ്പോൾ അറിയാ ഇത് ശരി ഏതൊക്കെയാണ്. ദൈവത്തിന് മഹത്വം. ചുരുക്കി പറഞ്ഞാൽ ഒന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ടാ ഗോലിയാത്ത് ഇങ്ങനെ നിൽക്കുക. അവന്റെ കയ്യിൽ ഇങ്ങനെ കാൽച്ചട്ടയും പടച്ചട്ടയും ഒക്കെ. അവന്റെ മുമ്പിൽ ഒരു വലിയ പരിചയം പിടിച്ചോണ്ട് ഒരുത്തൻ നിൽക്കുന്നു.
ദാവീദ് കയറി ചെന്നപ്പോൾ തന്റെ കയ്യിൽ വടിയും ഒരു തഞ്ചിയും കല്ലും കവണയേ ഉള്ളൂ. വടിയായിട്ട് പോയവനെല്ലാം വിടുതൽ കിട്ടിയാ വന്നേ. സ്തോത്രം വിവരിക്കുന്നില്ല. അപ്പോൾ ദാവീദ് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവൻ ഗോലിയാത്ത് നെടുപ്പത്ത് നിൽക്കുന്നു. ഇവന്റെ മുമ്പിൽ ഒരു പരിചയം പിടിച്ചോണ്ടെടുത്തു. അപ്പൊ ദാവീദ് നിന്നിച്ചു, ദൈവമേ, എൻ്റെ കൈ പരിചയമില്ല, പിടിക്കാൻ ആളുമില്ല. അവന്റെ മുമ്പിൽ ഒരുത്തൻ പരിചയം പിടിച്ചോണ്ട് നിൽക്കുക. എൻ്റെ ഈ പരിചയമില്ലല്ലോ, പിടിക്കാൻ ആരും ഇല്ല, കൂടെയുള്ളവരെല്ലാം അങ്ങേ ചരിവ് നിന്ന വിക്ടറി, കാൽവറി, രക്തം, ഗ്ലോറി ടു ഗോഡ്, ഏറാ അങ്ങ് മാറി നിന്ന ജീസസ്, വിക്ടറി എല്ലാം അങ്ങ് ഊരകുന്ന ഒരുത്തനുമില്ല. അപ്പൊ ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിലുള്ള പരിചയക്കാരനെ കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും ഞാൻ പറഞ്ഞു നിർത്താം, ദാവീദിന്റെ ആത്മക്കണ്ണ് തെളിഞ്ഞു. ആത്മക്കണ്ണ് തെളിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞത് വായിച്ചേ മോളെ, അത് വായിച്ചങ്ങ് നിർത്താം. അല്ലല്ല, അത് നിന്നോട്ടെ. 3-ാം സങ്കീർത്തനം 3 വായിക്കേ. ആത്മക്കണ്ണ് തെളിഞ്ഞപ്പോൾ ദാവീദ് എന്നാ പറഞ്ഞ്, സങ്കീർത്തനം 3:3 പെട്ടെന്ന് മൈക്കിൽ കൂടെ വായിച്ചു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയ. ഗോലിയാത്തിന്റെ മുൻപിൽ മാത്രമാ ഒരുത്തം പരിചയം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അഭിഷേകമുള്ള ദൈവ പൈതലേ, നിനക്ക് ചുറ്റും ദൈവത്തിന്റെ പരിചയ. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ പരിചയ. നീ ആരാധിക്കുന്ന സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ പരിചയ. നീ പാർക്കുന്ന ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ പരിചയ. ഇന്ന് രാത്രി ജാതീയ പോരാട്ടം കണ്ട് പേടിക്കരുത്, ദൈവം നിന്റെ പരിചയ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഇന്ന് ദൈവകരങ്ങളിൽ എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഭയപ്പെട്ടു പോകരുത്, ഭയപ്പെടരുത്. പാരമ്പര്യ ശക്തികളെ കണ്ട്, ജാതീയ പോരാട്ടങ്ങൾ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. ഇന്ന് രാത്രി ധൈര്യപ്പെട്. നിന്നെ വിടുവിക്കുന്ന, സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരുവനുണ്ട്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തോയും പകൽ പരക്കുന്ന അസ്ത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ പേടിപ്പാനില്ല. ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാൻ അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയത്തിൻ കോട്ടം, ഉല്ലാസകോട്ടം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം ദാനവർക്കുന്നു. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം ദാനവർക്കുന്നു. ആമേൻ. പാതാളമേ, നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിനം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ, മരണമേ, നിന്നോട് ജയമേ. കുഞ്ഞാട്ടിന കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. സമയം ഒത്തിരി അതിക്രമിച്ചു എങ്കിൽ ഈ നാട്ടിലുള്ള മാന്യരായ പ്രിയപ്പെട്ടവരും ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാ മാന്യതയ മക്കളും ഇതുവരെ സഹകരിച്ചതിന് വളരെ നന്ദി. ഈ ദേശത്തുള്ളവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം. ആ സത്യദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ, കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങുവാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും എന്നെ ക്ഷണിച്ചവർക്കും സമയം അനുവദിച്ചവർക്കും സഹകരിച്ചവർക്കുമെല്ലാം ഒരിക്കൽ കൂടി നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർക്ക് നന്ദി. നിങ്ങൾ ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിച്ച് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ അങ്ങ് വിരമിക്കുക. ഇനി പാടി ആരാധിച്ചാൽ കൊള്ളാമെന്നൊക്കെ കൊണ്ടെങ്കിൽ സമയമായി. ഇനി നമ്മൾ മൈക്ക് വെച്ച് പാടിയാൽ മിക്കവാറും ശരിയല്ല. അപ്പം ഇന്ന് അങ്ങ് ശാന്തമായിട്ട് അങ്ങ് പിരിയാം. ഇപ്പം അങ്ങ് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാൽ അതായിരിക്കും